ആ കനത്ത തോൽവിയെ ഭയന്നുള്ളൊരു വിഭ്രാന്തിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ രക്ഷിക്കാനുള്ള കോൺക്ലേവ്, അയ്യപ്പ സംഗമം, വികസന പ്ലാൻ, മാസ്റ്റർ പ്ലാൻ, ഇങ്ങനെ കുറേ തട്ടിപ്പ് പരിപാടികളുമായിട്ട് ഞാൻ ചോദിക്കട്ടെ, തൊലിക്കട്ടിയുണ്ടോ? തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൈക്കൂലിയാക്കിയിട്ടാണ് ശ്രീ പിണറായി വിജയന്റെ സർക്കാർ ഇപ്പൊ പെൻഷൻ ഇലക്ഷൻ കാലത്ത് 2 ഗഡു, ഇനിയിപ്പം വരുമായിരിക്കും, ചിലപ്പോ എവിടെയെങ്കിലും പറയൂ 2 ഗഡു 1 ഗഡു. നാടിന് എന്ത് നല്ലതുണ്ടായാലും ഞങ്ങൾ തടയുമെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ക്ഷേമ പെൻഷൻ 2000 ആക്കി ഉയർത്തിയാലും ഞങ്ങൾ തടയുമെന്ന മട്ടിലാണ് പ്രതികരിക്കുന്നത്. പെൻഷൻ കൂട്ടുന്നത് സർക്കാരിന്റെ വിഭ്രാന്തിയാണത്രേ. പാവങ്ങളുടെ വയറ്റത്തടിച്ച് 18 മാസം ക്ഷേമ പെൻഷൻ മുടക്കി ഇറങ്ങിപ്പോയ UDF നേതാക്കൾ ക്ഷേമ പെൻഷൻ അവകാശമാണെന്ന് ജനങ്ങളെ പഠിപ്പിച്ച ഒരു സർക്കാരിനെ നോക്കി ഈ വിധം അധിക്ഷേപിക്കണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ. മുമ്പ് ഒരു ദേശീയ നേതാവിന് ക്ഷേമ പെൻഷൻ കൈക്കൂലിയായിരുന്നു, ലൈഫ് പദ്ധതി മോഹവലയവും. ഇന്നൊരു നേതാവിന് പെൻഷൻ വർധനവ് വിഭ്രാന്തി. അധികാരഭ്രാന്തും അഴിമതിയുമല്ലാതെ സാധാരണക്കാരന് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയുമോ കോൺഗ്രസുകാരെ? 1 മാസത്തിനപ്പുറം അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ കോൺഗ്രസേ? രാഷ്ട്രീയ വിമർശനമൊക്കെ ആകാം, പക്ഷേ അത് പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടാകരുത്. ഇടതുപക്ഷത്തിനോടുള്ള അന്ധമായ വിരോധം നിങ്ങളുടെ സമനില തന്നെ തെറ്റിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. ഈ സർക്കാരിനെ മാറ്റി ജനങ്ങൾ ആരെയാണ് പകരം കൊണ്ടുവരേണ്ടത്? 18 മാസം പെൻഷൻ മുടക്കിയവരെയോ? ഓണപരീക്ഷയ്ക്ക് പോലും സ്കൂളുകളിൽ പുസ്തകം എത്തിക്കാതിരുന്നവരെയോ? ദേശീയപാത വികസനത്തിനായി തുറന്ന ഓഫീസ് പോലും താഴിട്ട് പൂട്ടിപ്പോയവരെയോ? ഈ നാട് ഇതൊക്കെ മറന്നുവെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? കേന്ദ്രം ഭരിക്കുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് സർക്കാരിനെ താഴെയിറക്കാൻ നിങ്ങൾക്ക് അനുകൂലമായി വീണ വോട്ടുകളെയാണോ നിങ്ങൾ ഇടതുവിരുദ്ധ വികാരമെന്ന് ഇപ്പോഴും വിലയിരുത്തുന്നത്? ആ വിശ്വാസത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് പെരുന്നേലെ വരാന്തയിൽ നിങ്ങൾ കാവൽ കിടക്കുന്നത്? അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചെന്ന് ആക്ഷേപിച്ചില്ലേ? സത്യമിതാ പകൽ പോലെ തെളിയുമ്പോൾ പ്രസ്താവന പിൻവലിച്ചു മാപ്പ് പറയണ്ടേ നിങ്ങൾ? കോൺഗ്രസിൽ നിങ്ങൾ ഒറ്റപ്പെടുന്നതിന്റെ വിഭ്രാന്തിയാണോ നിങ്ങൾക്കെന്ന് ചോദിക്കുന്നില്ല. വയനാട്ടിൽ നിങ്ങൾ പ്രഖ്യാപിച്ച വീടുകൾ എവിടെയെന്നും ചോദിക്കുന്നില്ല. നിങ്ങൾക്കിതെല്ലാം അന്നന്നത്തെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രമായിരിക്കാം പ്രതിപക്ഷ നേതാവേ, പക്ഷേ ഈ നാടിന് ഇത് ജീവിതമാണ്. ഇന്ന് ചർച്ചയിൽ പങ്കുചേരുന്നവർ: ഡോക്ടർ പി സരിൻ CPIM-ൽ നിന്നും, അഡ്വക്കേറ്റ് എൻലാൽ കുമാർ ഇടത് നിരീക്ഷകൻ, ബി റജി കോൺഗ്രസ് സഹയാത്രികൻ എന്നിവരാണ്. ആദ്യം ഞാൻ ബി റജിയിലേക്ക് പോകുകയാണ്. ബി റജി, കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞ പ്രസ്താവനകളാണ് ഈ ചർച്ചയുടെ തുടക്കത്തിൽ നമ്മൾ കേട്ടത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ വീണ്ടും ഒരു സർക്കാരിനെ തുടർച്ച നൽകും എന്ന തിരിച്ചറിവ് സ്വാഭാവികമായും കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന് വിഭ്രാന്തി ഉണ്ടാക്കും. ആ നിലയിലുള്ള പ്രതികരണങ്ങൾ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ എന്തിനാണ് ഒരു നാടിനെയും ഒരു നാട്ടിലെ ജനങ്ങളെയും ഒന്നാകെ ഈ വിധം ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? രാഷ്ട്രീയം പറഞ്ഞല്ലേ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത്. അതിനു പകരം പെൻഷന്റെ പേരിൽ, ലൈഫ് മിഷന്റെ പേരിൽ തുടർച്ചയായി ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് എന്തിനാണ്? ശ്രീ ബി റജി, എങ്ങനെയാണ് ഈ പെൻഷൻ കൈക്കൂലിയും വിഭ്രാന്തുമൊക്കെയായി മാറുന്നത്? നോക്കൂ ശ്രീമതി അസിത, സർക്കാരിൻ്റെ നയപരിപാടികളിൽ ഉണ്ടാകുന്ന വീഴ്ചകളും പോരായ്മകളും ചൂണ്ടിക്കാട്ടുന്ന ഭരണഘടനാപരമായ ഒരു ഉത്തരവാദിത്വമാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷങ്ങൾക്കുള്ളത്. ആ ഉത്തരവാദിത്വം കേരളത്തിലെ പ്രതിപക്ഷം വളരെ ഭംഗിയായി നിർവഹിച്ചു പോരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പറഞ്ഞ വാക്കുകൾ. അതായത് ഈ സർക്കാർ ഇനി ഏതാനും ചില മാസങ്ങൾ മാത്രമാണ് ഭരണം അവസാനിക്കുവാനുള്ള കാലാവധിയിലേക്ക് എത്തിപ്പെടേണ്ടത്. ഇപ്പോഴാണോ ഈ ക്ഷേമ പെൻഷൻ 2000 ആക്കി ഉയർത്തണം എന്നൊക്കെയുള്ള ചിന്ത ഈ സർക്കാരിന് ഉദിക്കുന്നത്? എന്താണ് 2021 അധികാരത്തിലെത്തുമ്പോൾ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് 2500 രൂപയായി ഞങ്ങൾ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ്. എന്തുകൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല? ഇവിടെ ഓരോ കാര്യങ്ങളും ഇവിടുത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് സർക്കാരിൻ്റെ ഭരണപരമായ വീഴ്ചകളും അതിൻ്റെ അപാകതകളുമാണ്. എത്രയോ അഴിമതിയുടെ കഥകൾ പ്രതിപക്ഷം കേരളത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എത്രയോ എണ്ണം ശരിയായിരുന്നു എന്ന് കാലം തെളിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് ഭരണഘടനാപരമായി ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. എന്താണ് ഈ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആക്ഷേപിക്കലോ? ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ അവസാന ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ ഉയർത്തിയാൽ സർക്കാരിന് തുടർച്ചയുണ്ടാകും, അതാണല്ലോ ഇപ്പോൾ താങ്കളും ആ പ്രസ്താവനയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ക്ഷേമ പെൻഷൻ കൊണ്ട് മാത്രം ഒരു സർക്കാരിന് ഒരു നാട്ടിൽ തുടർച്ച ഉണ്ടാകുമോ ശ്രീ ബി റജി? അങ്ങനെയാണെങ്കിൽ 10 വർഷം മുൻപ് ഒരു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നല്ലോ, അന്ന് ഈ നിലയിൽ പെൻഷൻ ഉയർത്തി എന്തുകൊണ്ട് തുടർച്ച ഉണ്ടാക്കാനായില്ല ആ സർക്കാരിന്?
നോക്കൂ, ക്ഷേമ പെൻഷൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള അത്തരത്തിൽ അതിനെ ചുരുക്കുന്നതല്ല ശരി. ആ ഒരു കാലഘട്ടത്തിൽ അത് ശരിയല്ല. നമ്മളിതിൽ ഒരാഖ്യാനവും പുതുതായി ഇല്ല. കെ.സി. വേണുഗോപാൽ എന്ന നേതാവ് ക്ഷേമ പെൻഷൻ എന്ന് എടുത്തു പറഞ്ഞു തന്നെയാണ് അത് കൈക്കൂലിയാണെന്ന് ആക്ഷേപിച്ചത്, അല്ലേ? പിന്നീട് ലൈഫ് മിഷൻ എന്ന് എടുത്തു പറഞ്ഞാണ് അത് മോഹവലയമാണെന്ന് പറഞ്ഞത്. ഇന്നിപ്പോൾ വി.ഡി. സതീശൻ 2000 രൂപയാക്കി പെൻഷൻ ഉയർത്തുന്നു എന്ന വാർത്തയോടുള്ള പ്രതികരണം മാധ്യമപ്രവർത്തകർ തേടുമ്പോഴാണ് അതിനെ വിഭ്രാന്തി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ ഒട്ടും നമ്മൾ വേറെ ഒരു നിലയിലും കാണുന്നതല്ല. ആ നേതാക്കൾ പറഞ്ഞത് അതേപടി ചോദിക്കുകയാണ്. അഴിമതി ചോദ്യം ചെയ്തോട്ടെ, ഒരു പ്രശ്നവുമില്ല. മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദ്യം ചെയ്തോട്ടെ, അതിലും പ്രശ്നമില്ല. പക്ഷേ ഇതാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രതിപക്ഷം എന്നത് പോട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മം ഇതാണോ? അസിത, ആദ്യം പറഞ്ഞത് ഞാനൊന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. അതായത് ഒന്നാം പിണറായി സർക്കാർ ഇതിൻ്റെ കാലഘട്ടത്തിൽ ചില പ്രതിസന്ധികളെ നമ്മുടെ സംസ്ഥാനത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഓക്കിയും നിപ്പയും 2 പ്രളയങ്ങളും പിന്നീട് കൊറോണയും നമ്മൾ അതിജീവിക്കേണ്ടി വന്നു. അതിനെ നേരിട്ട വിധം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് രണ്ടാമതൊരു തുടർ ഭരണം LDFന് ലഭിച്ചത്. അപ്പോൾ അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് ന്യായമായി ജീവിക്കുന്നതിനുള്ള ഒരു തുക ലഭ്യമാക്കുക എന്നുള്ളത് അത് കേരളം ഭരിച്ചിരുന്ന മുൻകാലത്തുള്ള AK ആൻ്റണി, K കരുണാകരൻ തുടങ്ങിയ എത്രയോ സർക്കാരുകൾ അത്തരത്തിൽ ക്ഷേമപ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളാണ് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ് LDF സർക്കാരും നിർവഹിച്ചു വരുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ അത് വർദ്ധിപ്പിച്ചു വരിക, രൂപയുടെ മൂല്യം കുറയുന്നതിനനുസരിച്ച് ആ തുക വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ ഭരണത്തിൻ്റെ എൻഡിലെ ലാസ്റ്റ് പീരീഡിലാണോ ഈ ബോധം ഉദിക്കുന്നത് ഈ സർക്കാരിന്? എന്തുകൊണ്ട് 2000 മാത്രമാണല്ലോ താങ്കൾ ഈ ഭരണത്തിന്റെ ലാസ്റ്റ് പീരീഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? 1600-ൽ നിന്നും 2000. ശരി, താങ്കളുടെ വാദത്തിന് സാങ്കേതികമായത് ഞാൻ ലാസ്റ്റ് പീരീഡ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ നാളിൽ കൂട്ടി വന്നതോ എന്നത് മാത്രമല്ല, കെ.സി. വേണുഗോപാൽ ഈ പരാമർശം നടത്തുന്നത് ഭരണത്തിന്റെ ലാസ്റ്റ് മിനിറ്റിലല്ലോ. അപ്പോൾ അന്നും പ്രതിപക്ഷം കൃത്യമായി ക്ഷേമ പെൻഷനെ, ലൈഫ് മിഷനെ, അതായത് ഞാൻ തുറന്നു ചോദിക്കാം ശ്രീ ബി. റജി, ഇത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നാം LDF സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വലിയ തരത്തിൽ വിത്ത് പാകിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ആ വിധം തുടർന്നാൽ ഇനിയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും. ഇനിയും ഒരു 5 വർഷം ചിന്തിക്കാനാകുന്നതാണോ കോൺഗ്രസിന്? അത് തന്നെയല്ലേ ഇതിന്റെ കാരണം? ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് എന്താണെന്ന് യാഥാർത്ഥ്യം വ്യക്തമാകും. ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടർച്ച ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 3-4 പ്രതിസന്ധികളെ കേരളം അഭിമുഖീകരിച്ചു. ആ പ്രതിസന്ധികളെ ഫലപ്രദമായി നേരിടുവാൻ ആ കാലഘട്ടത്തിൽ സർക്കാരിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന് അത്തരത്തിൽ ഒരു വിജയം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പറഞ്ഞ താങ്കളുടെ മനസ്സിനെ ഞാൻ സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു ശ്രീ ബി. റജി. അങ്ങനെയാണെങ്കിൽ രണ്ടാം സർക്കാരിനും നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. ഏറ്റവും ഒടുവിലിതാ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ പോലും അത് ആ സർക്കാർ എങ്ങനെയാണ് നേരിടുന്നതെന്ന് താങ്കൾ കാണുന്നില്ലേ? അപ്പോൾ അതിന്റെ തുടർച്ചയും ജനങ്ങൾ അംഗീകാരമായി നൽകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല. രണ്ടാം പിണറായി സർക്കാർ സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. 1.5 ലക്ഷം കിടന്ന കേരളത്തിന്റെ പൊതുക്കടം ഇപ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് എത്തി നിൽക്കുകയാണ്. സർക്കാർ ജീവനക്കാർക്കും അസിത, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ലക്ഷം കോടിയോളം രൂപ കൊടുക്കാനുണ്ട്. കുടിശ്ശികയാണ്. ഏതെല്ലാം മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കാനുണ്ട്, സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ട്, നെൽ കർഷകർക്ക് കൊടുക്കാനുണ്ട്, ഉച്ചക്കഞ്ഞിയുടെ തുക കൊടുക്കാനുണ്ട്, കരാറുകാർക്ക് കൊടുക്കാനുണ്ട്, KSRTCക്ക് കൊടുക്കാനുണ്ട്. അതിന്റെ എണ്ണം നോക്കൂ. അതൊക്കെ ഇപ്പോഴും ബാലൻസ് ആണ്. ശമ്പള പരിഷ്കരണം നടത്തിയിട്ടില്ല. എന്തെല്ലാം തരത്തിലുള്ള കുടിശ്ശികകളാണ് ഈ സർക്കാർ നൽകേണ്ടതായിട്ടുള്ളത്. SC/ST വിഭാഗത്തിന് തന്നെ എത്രയോ 1000-ത്തിലധികം കോടി രൂപയുടെ ഗ്രാൻറ്റുകളാണ് നൽകാനുള്ളത്. അവർക്ക് നൽകേണ്ടതായ ആനുകൂല്യങ്ങൾ പോലും നൽകുവാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക അവിടെയും നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ഈ പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് വരുമ്പോൾ നൽകാനുള്ളത് ആദ്യം നൽകുക, അതിനുശേഷം ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കില്ലേ ഉചിതം? പിന്നെ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്കൊന്നും ഒരു കാമ്പില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അവിടെ ഒന്ന് ഇടപെട്ടിട്ട് ഞാൻ മടങ്ങി വരാം. ഡോക്ടർ പി. സരിൻ ചേരുന്നുണ്ട് CPI-ൽ നിന്നും. അദ്ദേഹത്തേക്ക് അല്പസമയത്തിനകം വരാം. ഞാൻ ശ്രീ ലാൽകുമാറിലേക്ക് പോകുകയാണ്. ലാൽകുമാർ, അപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ സർക്കാർ നടത്തുന്ന ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണോ ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ളത്? ഇപ്പോൾ ബി. റജി പറയുന്നത് പ്രകാരം രണ്ടാം പിണറായി സർക്കാർ വന്ന ശേഷം ആകത്തുകയിൽ എല്ലാം പ്രശ്നമാണ്. പ്രഖ്യാപിച്ചതൊന്നും നടത്തിയിട്ടില്ല. എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ഇങ്ങനെ പെൻഡിംഗ് ആയി കിടക്കുകയാണ്. അദ്ദേഹം പെൻഷൻ പോലും എന്ന് പറഞ്ഞില്ല. അത് ചിലപ്പോൾ നമ്മൾ കണക്കുകൾ നിരത്തി പറയുമെന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ ആ നിലയിൽ അല്ലെങ്കിൽ തന്നെ ശ്രീ എൽ. ലാൽകുമാർ, ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഏതെങ്കിലുമൊക്കെ വിഭാഗത്തിൽ ചില തുകകൾ പെൻഡിംഗ് ഉണ്ട് എന്ന് കരുതി മറ്റൊന്നും നടത്താനേ പാടില്ല എന്ന് ശ്രദ്ധിക്കുന്നത് ശരിയാണോ? ഇവിടെ റജിയുടെ കുറേയൊക്കെ നിസ്സഹായത നമുക്ക് മനസ്സിലാവും. കാര്യം രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലമെത്തിയിട്ടും ഒരു റേ ഓഫ് ഹോപ്പ് കോൺഗ്രസ്സിന് കാണുന്നില്ല എന്നുള്ള ഒരു കഷ്ടം. കാര്യം കോൺഗ്രസ്സിനകത്തെ തമ്മിത്തല്ല് തീർന്നിട്ട് വേണമല്ലോ ബാക്കിയുള്ളത് നടക്കാൻ.
പ്രതിപക്ഷം വളരെ ഇഫക്റ്റീവായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ, കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ ഒരു ന്യൂയിസൻസ് വാല്യൂ അല്ലാതെ ഒരു അപ്രീഷിയബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കോൺഗ്രസ് ഇതുവരെ ചെയ്തിട്ടുണ്ടോ? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒന്നാമത്തെ കാര്യം 2 പ്രാവശ്യം അടുപ്പിച്ച് ഭരിച്ച ഒരു പ്രശ്നമില്ല. അങ്ങനെ ഭരിക്കുന്ന ഘട്ടത്തിൽ പോലും ഈ കാലത്ത് നിങ്ങൾ നോക്കുന്നത് കോൺഗ്രസിനകത്തെ ചെറുപ്പക്കാരുൾപ്പെടെയുള്ള ആൾക്കാർ നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നതും വി ഡി സതീശൻ ഓടി നടന്ന മാധ്യമങ്ങൾക്ക് പ്രതികരിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇപ്പം മാധ്യമങ്ങളെ കാണുമ്പം അത്ര താല്പര്യമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അല്ലേ? ഇവിടെ വന്ന ഓരോ വിഷയം ഞാനൊന്ന് ഒരു ഇൻട്രോ തന്നേ ഉള്ളൂ അതിനകത്ത് വിഷയത്തിനെ കുറിച്ച്. ഇവിടെ 1-2 വിഷയങ്ങൾ ഞാൻ എടുത്തു പറയാം. ഈ ചോദിച്ച ചോദ്യങ്ങൾക്കായിട്ട് തന്നെ മറുപടി പറയാം. കടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. കേരളത്തിലെ പൊതുകടവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. നോക്കൂ, കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതവുമായി ബന്ധപ്പെട്ട് ആ വിഹിതം കിട്ടണമല്ലോ. ഇവിടെ 19 MP-മാർ ഈ പറയുന്ന UDF-മായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഒരാളെങ്കിലും ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന ഇപ്പം റെജി പറയണമെന്നില്ല, എന്നെ കേൾക്കുന്ന ജനങ്ങൾ ആലോചിച്ചാൽ മതി. ഇവരെന്തേലും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാനത്ത് കിട്ടാനുള്ളത് കൊടുക്കണം എന്ന് ഞാൻ കേട്ടിട്ടില്ല. അത് കാര്യം എന്നറിയോ? വളരെ സിമ്പിൾ ലോജിക്കാണ്. ഒരു കാരണവശാലും കേരളത്തിന് കിട്ടാനുള്ള പണം കേന്ദ്രം കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ ഇവിടെ ഭരണം ഇച്ചിരൂടെ മെച്ചപ്പെടും. നോക്കൂ, ഒരാളുടെ സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനവും സാമ്പത്തികമായി മോശമായി നിൽക്കുന്ന ഒരു അവസരം ഇതുണ്ടെങ്കിൽ അതിനകത്ത് വ്യത്യാസം ഉണ്ടാവും, പെർഫോമൻസ് വ്യത്യാസം ഉണ്ടാവും. മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ അപ്പോഴും നോക്കൂ, പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷി രാജ്യം ഭരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന അവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസും CPM ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുമിച്ച് കൈകോർത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആ സർക്കാർ നമ്മളോട് കാണിക്കുന്ന അനീതി അത് നടക്കട്ടെ, തുടരട്ടെ എന്ന് പറയുന്ന ഒരു ഇന്ത്യ അലയൻസിലുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇതാണ് ഇതിനകത്തെ സാഡസ്റ്റ് തിങ് അല്ലേ? ഇപ്പോൾ അടുത്തത് പ്രതിപക്ഷത്തിൻ്റെ റോളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവരൊരു ചെറു വിരൽ പോലും സംസ്ഥാനത്തിന് കിട്ടാത്ത പണവുമായി ബന്ധപ്പെട്ട് അനക്കിയിട്ടില്ലാത്തതിന് കാരണം ഇത് അനക്കിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം സംസ്ഥാനത്തെ ഭരണം ഇച്ചിരൂടെ മെച്ചപ്പെടും. സാമ്പത്തികമായിട്ടുള്ള ഈ പറയുന്ന ഇപ്പം പെൻഷൻ കൊടുക്കുന്നവരല്പം ഡിലേ ഉണ്ടല്ലോ, അതൊക്കെ കുറയും. ആ ഡിലേ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇച്ചിരൂടെ സാറ്റിസ്ഫൈഡ് ആവും. ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ പിണറായി വിജയന് വീണ്ടും കോൺഫിഡൻസ് ഉണ്ടാവും. അത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ സാധ്യതകൾ ഇല്ലാതാക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് ചെയ്യുന്ന പണി ഈ പറയുന്ന നമുക്ക് കിട്ടേണ്ട വീതം കിട്ടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. നോക്കൂ, 2000 ആക്കുന്നു. 2000 ആക്കുന്നത് ഈ പറയുന്ന UDF-ന് അല്ലെങ്കിൽ ഈ പറയുന്ന CPM-ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത് കൂട്ടണമല്ലോ. നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ അനുസരിച്ചല്ലേ കൂട്ടും. നമ്മളിപ്പം ഇല്ലാത്ത പൈസ എടുത്ത് സംസ്ഥാനത്തിനെ മൊത്തം ബാധ്യതയിലാക്കിയല്ല ഒരു സംസ്ഥാനവും പ്രവർത്തിക്കുന്നത്. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസമായിട്ടാണോ? അത് പോട്ടെ, തിരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും കൂടെ ചേർന്നൊക്കെ ഉള്ളൊരു വീഡിയോ, അല്ലെങ്കിൽ PC വിശ്വനാഥ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊരു വീഡിയോ കൊണ്ടുവന്നു. അതിനകത്ത് പറയുന്നത് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് മൊത്തം ഇവരുടെ വകയാണ്. പോട്ടെ, ഇവർ വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇത് നടപ്പാക്കിയിട്ടുണ്ടോ ഇതുപോലെ വൃത്തിയായിട്ട്? ഈ പറയുന്ന ഈ കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം ഇത്രയും സോഷ്യൽ ഇൻഡെക്സിനകത്ത് മെച്ചപ്പെട്ട് നിൽക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടോ? ഇല്ല. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് ആണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഇവിടെ ചെയ്തതെല്ലാം കൂടെ അപ്പുറത്തോടെ ചെയ്താൽ പോരായിരുന്നോ? മറ്റേ ഈ പറഞ്ഞ മധ്യപ്രദേശ് ഇവർ എത്ര വർഷം ഭരിച്ചു, ഗുജറാത്ത് എത്ര വർഷം ഭരിച്ചു, ഈ പറഞ്ഞ സംസ്ഥാനം UP എത്ര വർഷം ഇവർ ഭരിച്ചു, അവിടെ ഒന്നും ഇതന്നെ പോവാഞ്ഞത്? ഈ പറഞ്ഞ പ്രോപ്പർലി ലാൻഡ് റിഫോംസ് പോലും നടത്തിയിട്ടില്ലല്ലോ. ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഇവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടനെ പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ട്. നോക്കൂ, ഒരു കാര്യം നടന്നാൽ അതിനകത്ത് ഏറ്റവും നെഗറ്റീവ് മാത്രം തപ്പിയെടുത്തുകൊണ്ട് നമ്മുടെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് വന്നുകൊണ്ടിരിക്കും. ജനങ്ങൾ ഈ പണം മേടിക്കുന്ന, ഈ പൈസ മേടിച്ച് സർവീസ് നേരിടുന്ന ജനങ്ങൾക്കറിയാവുന്നേ ആരോഗ്യരംഗം മൊത്തം നശിച്ചു കിടക്കുക. പക്ഷേ ഈ പറയുന്ന ആരോഗ്യരംഗത്തേക്ക്, ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഈ പറയുന്ന 10 വർഷം മുമ്പ് പോയവനും 5 വർഷം മുമ്പ് പോയവനും ഇപ്പോൾ പോകുന്നവനും എത്ര വ്യത്യാസമാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ പഞ്ചായത്തിലേക്ക് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ കവിയൂർ പഞ്ചായത്തിലൊരു പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്റർ ഉണ്ട്. അതിന് ഞാൻ കോവിഡ് കാലത്ത് പോയി ഇഞ്ചക്ഷൻ എടുത്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ഇപ്പം ചെന്ന് കഴിയുമ്പോൾ അത് അതുപോലെ മാറ്റമോ? അത്ര ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന മോശമായ സാഹചര്യത്തിൽ കൂടെ, സാമ്പത്തികമെന്ന് നിങ്ങൾ പറയുന്ന സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ തന്നെ. അടുത്തത് ഇവിടെ നോക്കൂ, ഇത് ഓപ്പോസിഷൻ്റെ റോളിനെ കുറിച്ച് പറഞ്ഞു. ഇന്നലെയൊക്കെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിലാണല്ലോ ഓപ്പോസിഷൻ്റെ മെയിൻ റോളെന്ന് നമ്മൾ കണക്കാക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വലിയ ശക്തമായ ഒരു പ്രസംഗമൊക്കെ നടത്തി. ഈ പറയുന്ന സംഘപരിവാർ ആശയത്തിനെതിരെ പിണറായി നിൽക്കുന്നില്ല, ഈ പറയുന്ന പ്രിൻറ്റു മഹാദേവ് എന്ന് പറയുന്ന ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. രാജീവ് അതിൻ്റെ ഒരു മറുപടി കൊടുത്തായിരുന്നു. അതിന് മുണ്ടാട്ടോ ഇല്ല പ്രതിപക്ഷ നേതാവിന്. എന്തുവാ
രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ആരും പറയാൻ ഇവിടെ ആരും അനുകൂലിച്ചില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വാർത്താ സമ്മേളനം നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നിരിക്കുക. നാണം ഉണ്ടോ ഇവർക്കിത് പറയാൻ? നാണം ഏതാ? ആദ്യത്തെ ദിവസം റേസ് ചെയ്യാൻ പോട്ടെ, ഒരു ജാഥ നടത്തിയോ? രാജീവ് ഈ നിയമസഭയിൽ ഈ ചോദ്യം ചോദിച്ചപ്പോഴത്തേന് ഇത് പെട്ടെന്ന് അവർക്ക് മനസ്സിലായി അതിനകത്ത് കുഴപ്പം. ഉടനെ പ്രിന്റു മഹാദേവന്റെ വീട്ടിലോട്ട് ഓടുക. പിന്നെ ഏതാണ്ട് പോലീസ് ലാത്തിച്ചാർജ്, പിന്നെ പോലീസിന് നാണമുണ്ടോ, പോലീസ് സംഘപരിവാറിന്റെ കയ്യിലാണ്, ഇതൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങളെവിടെ പോയിരിക്കുകയായിരുന്നു? നിങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ റോള് അതാ പറഞ്ഞത്. നിങ്ങൾ വിചാരിച്ചാൽ, ഞാൻ ഒന്നും തോന്നരുത്, നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. ഇതിങ്ങനെ പറയാനേ എനിക്കറിയൂ. നിങ്ങൾ ഈ സംസ്ഥാനത്ത് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഈ സ്ട്രെച്ച് അവസാനിപ്പിക്കാം. റെജി പറഞ്ഞൊരു കാര്യം നോക്കൂ, ഒരു ദുരന്തം സംഭവിച്ചപ്പം അതിനെ നല്ല വൃത്തിയായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആ ക്രെഡിറ്റ് തന്നില്ല. ഞാൻ ഇപ്പം പറയുന്നത് എന്താണെന്നറിയോ, അതവിടെ നിൽക്കട്ടെ, ഒരിക്കലും ഒരു ദുരന്തം ഒരു സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ ഇപ്പം കേരളം നേരിടുന്ന ദുരന്തം കോൺഗ്രസും UDF ആണ്. അതിനെ എങ്ങനെയാണ് CPM നേരിടുന്നത് എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എങ്ങനെ നേരിടുന്നത് മാത്രം ആലോചിച്ചാൽ മതി. ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം കോൺഗ്രസ് ആണ്. കാര്യം, നിങ്ങൾക്ക് സംസ്ഥാനം ഭരിക്കുക എന്ന് പറയുന്നത് പോലും അല്ല, ഇവർക്ക് അധികാരത്തിലെത്തുക, എങ്ങനെയും അധികാരത്തിലെത്താനുള്ള മാർഗങ്ങൾ നോക്കുക. കോൺഗ്രസിനെതിരെ വന്നിരിക്കുന്ന, യൂത്ത് കോൺഗ്രസിനെതിരെ വന്നിരിക്കുന്ന അഴിമതിയുടെ എണ്ണം എത്രയാണ് അസിത? അധികാരത്തിലില്ലാഞ്ഞിട്ട് തട്ടിപ്പും വെട്ടിപ്പിന്റെയും കണക്ക് ഇതാണ് അല്ലേ? അധികാരത്തിൽ ഇവർ ഇരിക്കാഞ്ഞിട്ട തട്ടിപ്പും വെട്ടിപ്പിന്റെയും കണക്ക് അവർ തന്നെയാണ് ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. അവരെയാണ് ഈ അധികാരം ഏൽപ്പിക്കാൻ പോകുന്നത് അല്ലേ? ഇവരാണില്ലേ സംഘപരിവാറിനെതിരെ ഈ സംസ്ഥാനത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ജയിച്ചുകൊണ്ട് വരേണ്ടത്? ഒന്നും നടക്കത്തില്ല. ഇവര് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല എന്ന് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. ഞാൻ നിർത്തി. ഡോക്ടർ പി സരീൻ, എന്തു പറഞ്ഞാലും ഞങ്ങൾ തടയും എന്നതാണ് VD സതീശന്റെ കാര്യം. രാഷ്ട്രീയമായൊക്കെ നമുക്കതൊരു പരിധിവരെ മനസ്സിലാക്കാം. പക്ഷേ ഇതാ നോക്കൂ, ഇന്നിപ്പോൾ ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നൊരു വാർത്തയ്ക്ക് പിന്നാലെ വിഭ്രാന്തി എന്ന് അതിനെ ആക്ഷേപിക്കുന്നു. മുൻപ് KC വേണുഗോപാൽ ആ നിലയിൽ കൈക്കൂലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് കേൾക്കുന്നതൊക്കെ VD സതീശൻ ഇതാ കോൺഗ്രസിനെ മുഴുവനായും അങ്ങ് വിഴുങ്ങുന്നു എന്നുള്ളതാണ്. ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ് വന്ന ആളുകൾ സ്വയം ഓരോ ഗ്രൂപ്പായി അങ്ങ് മാറുകയാണ്. അങ്ങനെ കരുതുന്ന ഘട്ടത്തിലാണ് ഇന്നിപ്പോൾ ഇതാ കോൺഗ്രസിന്റെ ഇന്നർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വരുന്നത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ VD സതീശനെതിരെ ഉയർന്നത് അതിരൂക്ഷ വിമർശനങ്ങളാണ് അത്രേ. സതീശന്റേത് ധാർഷ്ട്യം, കാര്യം പറയുമ്പോൾ സതീശൻ ധാർഷ്ട്യം കാണിക്കുന്നുവെന്ന് നേതാക്കൾ ഒന്നാകെ MLA-മാരൊക്കെ പരാതിപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് VD സതീശന്റേതായി കാണുന്ന നിലപാടുകൾ, അദ്ദേഹം ഞങ്ങൾ എന്നാണ് പറയുന്നത്, ആ ഞങ്ങൾ എന്ന വരികൾക്കിടയിലൂടെ ഞാൻ എന്ന് മാത്രമല്ലേ നമ്മളൊക്കെ വായിക്കേണ്ടത്? അസിത, സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം ചർച്ചയുടെ തുടക്കത്തിൽ ഉണ്ടാവാൻ സാധിച്ചില്ല, ക്ഷമിക്കണം. ഞാനിപ്പോൾ അവസാനം കേട്ട ഭാഗത്തിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസ് രാഷ്ട്രീയം നേരിടുന്ന കേരളത്തിലെ പ്രതിസന്ധി, ആ പ്രതിസന്ധി ഒരുപക്ഷെ മറികടക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഭരണപക്ഷവുമായി ബന്ധപ്പെട്ടും ഭരണത്തിലിരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടുമൊക്കെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൻ്റെ ശ്രമങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് തുടങ്ങി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഈ ചർച്ച കേവലം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ആ സ്ഥാനത്തിരിക്കുന്ന ആളിലേക്ക് ചുരുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ശ്രീ ലാൽ സംസാരിച്ച ചില വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെയാണ് കോൺഗ്രസ് ഈ നാടിൻ്റെ ഒരു ശാപമായി തീരുന്നത് എന്നും ആ ശാപത്തിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഈ നാട് വീണു പോകാതിരിക്കാൻ, ആ ശാപത്തിലേക്ക് അല്ലെങ്കിൽ ആ ശാപം സ്വയം തലയിലെടുത്ത് വെക്കാതിരിക്കാൻ എങ്ങനെയാണ് അതിൻ്റെ പ്രതിരോധം CPM എന്നുള്ള പ്രസ്ഥാനവും LDF എന്നുള്ള മുന്നണിയും സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഇരുന്നുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് കഴിഞ്ഞ 9.5 കൊല്ലമായിട്ടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത 6 മാസവും അത് തന്നെ കാണേണ്ടി വരും. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് നടക്കില്ല എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നതൊക്കെ പോസിറ്റീവായി കണ്ടാൽ മതി. കാരണം അദ്ദേഹം നടക്കില്ല എന്ന് പറഞ്ഞതൊക്കെ നല്ല രീതിയിൽ നമുക്ക് തുടങ്ങി വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു നമ്മളീ പറയില്ലേ, ഈ ശകുനം മുടക്കികളായിട്ടുള്ള ആളുകളുമുണ്ട്, നല്ല ശകുനമുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഇത്തരം വാക്കുകളെ നമ്മുടെ ഗുഡ് സർട്ടിഫിക്കറ്റായി കണ്ടാൽ മതി. തുരങ്കപാത ഞങ്ങൾ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. സംസ്ഥാന പാത, അതായത് സംസ്ഥാനത്തുള്ള ദേശീയപാതയുടെ വികസനത്തെ ഞങ്ങൾ അനുവദിക്കില്ല എന്നവർ പറഞ്ഞു. ഇടമൺ കൊച്ചി പവർ കോറിഡോറിനെ പറ്റിയാവട്ടെ, ഗെയിൽ പൈപ്പ് ലൈനിനെ പറ്റിയാവട്ടെ, ചെറുതും വലുതുമായ ജനങ്ങൾക്കിടയിലേക്ക് ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും തൊട്ടടുത്ത തലമുറയ്ക്ക് വേണ്ടുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ ഇവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടേ ചെയ്യാവൂ എന്നുള്ള ഒരു രീതിയിൽ പറയുന്നത്,
അതിനെയാണ് അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സർക്കാർ പറയുന്നതിനെ മുടക്കുക അല്ലെങ്കിൽ എതിര് പറയുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരായി കോൺഗ്രസും UDF വീണു പോയിരിക്കുകയാണ്. അവർക്ക് അവരുടെ ഉള്ളിലെ തന്നെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാൻ സാധിക്കാത്തത് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഉദാഹരണങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഒന്ന്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏകദേശം 7 ആഴ്ചകളായി ഒരാളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിന് നടക്കുന്ന ചർച്ചകൾ തന്നെ 3-4 വിഭാഗങ്ങളായി അവർ പിരിഞ്ഞ് ചർച്ച ചെയ്യുന്നു. എന്നിട്ട് സമ്മർദ്ദത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയെ ഉപയോഗപ്പെടുത്തണം, വാർത്ത മാധ്യമങ്ങൾക്ക് ലീക്കാക്കി കൊടുക്കണം എന്നുള്ളത് ലീക്കായി മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. ഒരു നാടിന്റെ നല്ലതിനു വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കേണ്ടത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ ആരാണ് ഇതൊക്കെ അന്വേഷിക്കാൻ എന്നുള്ളതാണ്. നാട്ടിൽ നടക്കുന്ന മറ്റെല്ലാ വിഷയങ്ങളിലും പ്രതിപക്ഷ നേതാവിന് മറുപടിയുണ്ട്. പക്ഷേ അവരുടെ എന്തെങ്കിലും പ്രശ്നം ചോദിക്കുന്നവരോട് ഈ നിലയിലുള്ള തട്ടിക്കറലാണ്. നിങ്ങൾ ആരാണ് അത് ചോദിക്കാനെന്നോ? ആരോടാണ്? മാധ്യമങ്ങളോടാണ്. അസിത, നമ്മളിത് സഹിക്കേണ്ടി വരുന്നത് ഏറിയാൽ 2-3 മാസമായിരിക്കാം. അല്ലെങ്കിൽ ഒരു പപ്പറ്റ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയുടെ ഒരു പാവ എന്നുള്ള രീതിയിൽ, ഒരു കളിപ്പാവ എന്നുള്ള രീതിയിൽ ഒരു മുഖമായിട്ട് അദ്ദേഹത്തെ നിലനിർത്തും. കാരണം അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ജനങ്ങൾക്കിടയിലുള്ള അവമതിപ്പിനെ ഭയന്ന് ഒരു തരത്തിലുമുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നു, എന്നാൽ പവർ ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു വൈരുദ്ധ്യത്തിൽ ഇരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഏകദേശം 1-2 മാസങ്ങളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ അദ്ദേഹത്തിന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഡിസിപ്ലിന് വേണ്ടിയും പാർട്ടിയിൽ അദ്ദേഹത്തിന് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത തീരുമാനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്നത്. അദ്ദേഹം ചില പ്രയോഗം നടത്തുന്നത് പോലും നിങ്ങൾ എന്തിനാ എൻ്റെ നെഞ്ചത്ത് കയറുന്നത്? അദ്ദേഹത്തിന് നമ്മൾ പറയില്ലേ, ലക്കും ലഗാനും ഇല്ലാതെയായി തീർന്ന ഒരു മനുഷ്യൻ്റെ എല്ലാ ഭാവചേഷ്ടകളുമാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഇന്നർ പൊളിറ്റിക്സിൽ നിന്ന് ഉണ്ടാകുന്ന അതിൻ്റെ പവർ ഇക്വേഷൻസിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ഊഹിച്ചെടുക്കണം. കാരണം കാലാകാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള സ്ഥാനം അലങ്കരിക്കുക, അതായിരിക്കണം വാക്ക്. ആ സ്ഥാനം അലങ്കരിക്കാൻ മാത്രം അടുത്ത 6 മാസം വിധിക്കപ്പെടുകയും ആ ആലങ്കാരിക പദവിക്കപ്പുറം ആ പാർട്ടിയെ നിയമസഭയിൽ നയിക്കുന്ന രീതിക്കോ ആ പാർട്ടിയെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തുറന്നു കാണിക്കുന്നതിനോ അദ്ദേഹം അശക്തനുമാണ്. അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് നിന്ന് പിന്തുണയുമില്ല. പക്ഷേ കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ഗതികേട് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ മാറ്റിയാൽ അത് സാധാരണ പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള തെറ്റിദ്ധാരണ, അത് കോൺഗ്രസിൻ്റെ സാധ്യതകൾ എന്നേക്കുമായി അടയ്ക്കും എന്നുള്ളത് അവർ റീഡ് ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ സാധ്യതകൾ എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് റീഡ് ചെയ്യാൻ പറ്റാതെ പോവുകയും ആ അടഞ്ഞു കഴിഞ്ഞതിനെ തുറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനും പകരം ഇനിയും കുഴപ്പങ്ങളിലേക്ക് പോയാൽ അടഞ്ഞു പോകും എന്നും ഇപ്പോൾ തുറന്നിരിക്കുകയാണ് എന്നുമുള്ള ആ ഒരു തെറ്റിദ്ധാരണയെ വെച്ചുകൊണ്ടാണ് കോൺഗ്രസ് പൊളിറ്റിക്സ് പയറ്റിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. അവർക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പയറ്റാനുള്ളതാണ്. അടിയും തടയും എന്ന് പറയുന്ന പോലെ അടവുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് ഈ നാടിനെ മുന്നിലേക്ക് അവതരിപ്പിക്കാനുള്ള ബദൽ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടു എവിടെയോ ഒരു പ്രഹസനം പോലെ വിദ്യാഭ്യാസ കോൺക്ലേവ്, അതുപോലെ ഹെൽത്ത് കോൺക്ലേവ് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിൻ്റെ 3 ഭാഗങ്ങളിലായി എന്തൊക്കെയോ കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നു. ഇപ്പം മിണ്ടാട്ടം ഇല്ല. ആ കോൺക്ലേവ് നടത്തിയതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. ആരെയൊക്കെ ബോധിപ്പിക്കാൻ, ആരിൽ നിന്നൊക്കെ ഒളിച്ചോടാനാണ് അവരിതൊക്കെ ചെയ്തത് എന്നുള്ളതോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നോ അവർക്കൊരു ഉത്തരവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവർ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ മതത്തിൻ്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ധ്രുവീകരണത്തെ വിളിച്ചു വരുത്തുക എന്നുള്ളതാണ്. അത് തടയുന്ന സെക്യുലർ പാർട്ടികളാണ് UDFിലെ അംഗങ്ങൾ എന്നായിരുന്നു നമ്മൾ ധരിച്ചു വെച്ചിരുന്നത്. നേരെ മറിച്ച് എന്ത് വിധേനയും അത് വിളിച്ചു വരുത്തുകയും ആ വിളിച്ചു വരുത്തുന്നതിൻ്റെ അപകടം കേരള പൊതുസമൂഹം തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ ഇടതുപക്ഷത്തിൻ്റെ മേൽ പലതും പറഞ്ഞ് പഴിചാരിക്കൊണ്ട് ഒരുപക്ഷെ ന്യൂനപക്ഷ ഏകീകരണം സംഭവിപ്പിക്കാൻ, മുസ്ലിം പ്രീണനത്തിൻ്റെതായിട്ടുള്ള മതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സാധ്യതകളിലേക്ക് തുറന്ന ചർച്ചകൾ ഏറ്റെടുക്കാനൊക്കെയാണ് കോൺഗ്രസ് UDFും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അപകടം കേരളം കൂടുതലായി ചർച്ച ചെയ്യുന്നുണ്ട്. കേരളം ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കാൻ പോവുകയാണ്. RSS എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ഉണ്ടായതിൻ്റെ 100ാമത്തെ വാർഷികമാണ് നാളെ
ഗാന്ധി ജയന്തി ദിനത്തിൽ വിജയദശമി ദിവസം RSS നാട്ടിൽ കൊണ്ടാടാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ ഇവിടെ വെറുതെ സൂചിപ്പിക്കുകയാണ്. അതിന് കാക്കി നിക്കറും ഇട്ടിട്ട് പദസഞ്ചലനം നടത്താൻ വേണ്ടി തയ്യാറായി നിന്ന മനുഷ്യൻ 4-5 കൊല്ലം മുന്നേ ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് കാക്കി ഊരി വാങ്ങിപ്പിച്ച ഒരാളാണ്, പോലീസിൻ്റെ കാക്കി. ആ ജേക്കബ് തോമസ് നാളെ RSSകാരനായി കേരളത്തിലെ ഏതോ ഒരു പ്രദേശത്ത് പദസഞ്ചലനം നടത്താൻ കുറുവടിയും എടുത്ത് കാക്കി നിക്കറുമിട്ട് വെള്ള ഷർട്ടുമിട്ട് ഇറങ്ങുകയാണെന്ന് പറയുമ്പോൾ വേണം എങ്ങനെയായിരുന്നു കേരളത്തിൻ്റെ DGP ആവാൻ സാധ്യതയുള്ള ആ ഒരു മനുഷ്യനെ അന്ന് കൃത്യമായ സർവീസ് ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും പിൻബലത്തിൽ അതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്ത ബോധം അന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഒരു സർക്കാർ കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മലയാളിക്ക് നമ്മൾ വീണ്ടും വീണ്ടും കൊടുക്കേണ്ടത്. UDF ആയിരുന്നു എങ്കിൽ UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ MLA-മാരും MP-മാരും ഒരു മടിയും മറയുമില്ലാതെ പ്രത്യക്ഷത്തിൽ RSS ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. UDF പ്രോത്സാഹിപ്പിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളും ഔദ്യോഗിക പദവികളും എക്സിക്യൂട്ടീവ് എന്നുള്ളതിൻ്റെ രീതിയിലുള്ള ഒരു സംസ്ഥാനത്തിൻ്റെ സുപ്പീരിയർ പദവികളിൽ ഇരുന്ന പലരും തന്നെ ആ രീതിയിലേക്ക് മാറുന്ന കാഴ്ചയും കണ്ടു. കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലറാക്കി വെച്ച KS രാധാകൃഷ്ണൻ ഇന്ന് തികഞ്ഞൊരു സംഖ്യയാണ്. ബേസിക്കലി കോൺഗ്രസ്സിന് അവർക്കിടയിലുള്ള സംഘബോധത്തിൽ പ്രവർത്തിക്കുന്ന വർഗീയ താല്പര്യങ്ങളെ മുൻനിർത്തി കാര്യങ്ങളെ കാണുന്ന ആളുകളുടെ ഒരു തരത്തിലുമുള്ള ഒരു കണക്കെടുപ്പ് പോലും അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. പാർട്ടിക്കകത്ത് എല്ലാവരും കോൺഗ്രസ് എന്ന് പറയുന്നു, ആ പറയപ്പെടുന്ന കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനും അപ്പുറം ഇതിൽ എന്താകണം കോൺഗ്രസ് എന്നോ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ട തിരുത്തൽ എന്താണ് എന്നോ അതിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടുന്ന മെസ്സേജ് എന്താണെന്നോ ഒരു തിട്ടവുമില്ലാത്ത ഒരു കൂട്ടം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. ഇതൊരു പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ മുന്നണിയുടെ കെട്ടുറപ്പിനെയും ബാധിക്കുന്നു. ശ്രീ ബി റജി, നോക്കൂ, മുൻപ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെ കേരളം ഒന്നടങ്കം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ നാട് എന്തിന് MLA ആയി ചുമക്കണം എന്നുള്ളത്. വാസ്തവത്തിൽ ഇപ്പോൾ ഇത് VD സതീശന്റെ കാര്യത്തിലും ശരിയാണെന്ന് തോന്നുകയാണ്. ഇന്നത്തെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി കഴിയുമ്പോഴും കോൺഗ്രസിന് അദ്ദേഹത്തെ വേണ്ട എന്ന നിലയിലുള്ള വിമർശനങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ നാട് ചുമക്കണോ എന്നുള്ള ചോദ്യം അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ സരിൻ പറഞ്ഞതുപോലെ VD സതീശൻ എന്ന നേതാവ് കുറച്ചു കാലമായി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്? അത് കോൺഗ്രസ് ആയാൽ പോലും എന്താണ്? ശ്രീ ബി റജി, എങ്ങനെയെങ്കിലും ഈ കേരളത്തിന്റെ മതനിരപേക്ഷ ചേരിയെ തമ്മിൽ തല്ലിച്ച് അതിൽ നിന്നും ഈ ചോര കുടിക്കുന്ന മുട്ടനാടാകാൻ സാധിക്കുമോ എന്നുള്ളതല്ലേ? നോക്കൂ, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവർ എന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ അതിന്റെ യാഥാർത്ഥ്യമൊക്കെയും നമ്മുടെ മുന്നിൽ വ്യക്തമായി നിൽക്കുന്നില്ലേ? അദ്ദേഹം മാപ്പ് പറഞ്ഞ പ്രസ്താവന പിൻവലിക്കണ്ടേ? ശ്രീ ബി റജി, അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയുണ്ടല്ലോ, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി പറഞ്ഞ ഒരൊറ്റ വാചകം കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്. പക്ഷേ അതൊരു വിഭാഗത്തിനുണ്ടാക്കിയിട്ടുള്ള പോറൽ താങ്കൾക്കറിയാമോ? ഇപ്പോൾ അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ ആ പ്രസ്താവന തിരുത്തണ്ടേ അദ്ദേഹം? എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? എത്ര വാസ്തവ വിരുദ്ധമായ ഒരു പ്രചരണ തന്ത്രമാണ് ഇത്തരത്തിൽ ഈ കേരള സമൂഹത്തിലേക്ക് ഇതിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിപ്പെടുന്നത് എന്നാലോചിച്ചിട്ട് എനിക്ക് അതിശയം തോന്നുന്നു. ഇതൊന്നും അസിത ഇങ്ങനെ പല 2-3-4 പോയിന്റുകൾ ഒരു ചരടിൽ കോർത്ത് വെച്ചുകൊണ്ട് ഇത് പറയുകയാണ്. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്ന അല്ല ശ്രീ ബി റജി, അത് വിശദീകരിക്കാം. താങ്കൾ വാസ്തവ വിരുദ്ധം എന്ന് പറഞ്ഞത് ഏതാണ്? ഈ പ്രസ്താവന VD സതീശൻ പറഞ്ഞിട്ടില്ല എന്ന അർത്ഥത്തിലാണ്. VD സതീശനെ കേരളത്തിൽ വേണ്ട എന്നൊരു പദപ്രയോഗം നടത്തിയിരുന്നല്ലോ. കേരളം എതിർക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അദ്ദേഹം എന്താണ് മതനിരപേക്ഷ ചേരിക്ക് പോറലുണ്ടാക്കുന്നു. ഞാൻ ആവർത്തിച്ച് നിൽക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹം പറയില്ലല്ലോ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയെന്ന്. നോക്കൂ, അത് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഓരോ നിമിഷവും അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുരൂഹതകൾ തെളിഞ്ഞു വരട്ടെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഒരു മിനിറ്റ്. ആ ദുരൂഹത തെളിഞ്ഞു. അയ്യപ്പന്റെ സ്വർണം സർക്കാരോ ദേവസ്വം ബോർഡോ അടിച്ചു മാറ്റിയിട്ടില്ല എന്ന ദുരൂഹത തെളിഞ്ഞു. അപ്പോൾ ആ പ്രസ്താവന ഉണ്ടാക്കിയ വിള്ളൽ അദ്ദേഹം പരിഹരിക്കണ്ടേ? അതിന് ഉത്തരവാദിത്തമില്ലേ പ്രതിപക്ഷ നേതാവിന്? അങ്ങ് ദയവായിട്ട് മറ്റ് ചാനലുകളും കൂടി അതിൽ വരുന്ന വാർത്തകളും കൂടി ഒന്ന് വീക്ഷിക്കണം. എന്താണ് അതിൽ പലതും പല തരത്തിലുള്ള അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിട്ടുള്ളതും അവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതും അയാൾക്ക് ശബരിമലയുമായിട്ടുള്ള ബന്ധം സംബന്ധിച്ചുമൊക്കെ ധാരാളം ദുരൂഹതകൾ ഓരോ നിമിഷവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു തെളിവ് വരട്ടെ, അതിൽ ഒരു തെളിവ് വരട്ടെ. അതിനുശേഷം നമുക്ക് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ കോൺഗ്രസ് എന്ന മതേതരത്വ നിലപാട് സ്വീകരിക്കുന്ന ജനാധിപത്യ പാർട്ടിയുടെ ഏറ്റവും
ശക്തനായ തീരുമാനങ്ങൾ ഉറച്ച മനസ്സോടെ എടുക്കുന്ന ആളാണ് ഇന്ന് കേരളത്തിൽ കോൺഗ്രസിന്റെ UDF നയിക്കുന്ന ബഹുമാന്യനായ ശ്രീ വി ഡി സതീശൻ. അദ്ദേഹത്തിന് രാഷ്ട്രീയമായി അതിന്റെ എതിരാളികൾ നേരിടും, സ്വാഭാവികമാണ്. അദ്ദേഹം ആ രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനത്തിന് പാത്രമാകും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അത് ഒരു ജനാധിപത്യ ചേരിയുടെ രാഷ്ട്രീയ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ ഈ നിലയിൽ ചോദ്യം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ചോദിക്കുന്നത് ഇന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം വി ഡി സതീശന് ധാർഷ്ട്യമാണ് എന്നതാണ്. കാര്യം പറയുമ്പോൾ വി ഡി സതീശന് ധാർഷ്ട്യമാണ് എന്ന് നേതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞ് ആ യോഗം പൂർത്തീകരിക്കാനാകാതെ പിരിച്ചുവിടേണ്ടി വന്നു. അറിഞ്ഞിരുന്നില്ലേ താങ്കൾ? അതൊക്കെ വാസ്തവ വിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിച്ച് പടച്ചു വിടുകയല്ലേ ഇലക്ഷൻ എടുക്കുമ്പോൾ. ഇത് നോക്കൂ, കടക്കു പുറത്ത് എന്ന് പറഞ്ഞ ഒരു ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിലുള്ളത്. ഇവിടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉൾപാർട്ടി ജനാധിപത്യമാണ്. അവർക്ക് എന്തെങ്കിലും അവരുടെ ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യുന്നതിൽ എന്താണ് തടസ്സം? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഈ വർഷം ആദ്യമാണെന്നാണ് എന്റെ ഓർമ്മ. ഈ വർഷം ആദ്യമാണെന്ന് എന്റെ ഓർമ്മ. CPM-ന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നപ്പോൾ അവിടെ PWD മിനിസ്റ്ററും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ഒരു തർക്കമുണ്ടാകുകയും അതിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇടപെടുകയും ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് അവരുടെ അന്ന് ആ വാർത്തയെ CPM-നകത്ത് കലഹമെന്നല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചത്? അല്ലാതെ ഈ ജനാധിപത്യ പാർട്ടിക്കകത്തുള്ള ചോദ്യം ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ വി ഡി സതീശനെതിരെ നടന്നത്. നോക്കൂ, CPM-ൽ നിൽക്കുന്ന ഉൾപാർട്ടി ജനാധിപത്യമുണ്ടല്ലോ, ഏത് തരത്തിലുള്ള വിമർശനമായിരുന്നു കഴിഞ്ഞ ഈ ഡിസംബറിലും ഒക്കെ ഉണ്ടായത്. 2024 ഡിസംബറിലൊക്കെ അങ്ങേയറ്റം നവകേരള സദസ്സ് ദൂർത്താണെന്നും മുഖ്യമന്ത്രിക്കെതിരെ എത്ര ശക്തമായ വിമർശനങ്ങളാണ് പാർട്ടിയിലെ ചട്ടക്കൂടൽ ചർച്ചകളിൽ ഉയർന്നു വന്നത്. അത്തരത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അവർ സൗഹൃദത്തോടെ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുന്നു എന്ന് കരുതി അതിനെ പർവ്വതീകരിച്ച് കാണിച്ച് അവാസ്തവമായ വാർത്തകൾ അടിയുറച്ചൊരു കോൺഗ്രസ് അനുഭാവിയാണ് താങ്കൾ. CPM-ന്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തിനുള്ളിൽ അവരുടെ ചർച്ചയിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നല്ല തമാശയുണ്ട്. അങ്ങനെ നടന്നിട്ടില്ല എന്ന് ബഹുമാനായ വി ഡി സതീശൻ തന്നെ ഇന്ന് പത്രമാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. CPM-ലൊന്നും നടന്നിട്ടില്ല എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കൂ, ശരി, അതെന്തുവാട്ടെ, ശരി, ചോദ്യത്തിലേക്ക് വരൂ. ശരി, വെറുതെ സമയം കളയണ്ടല്ലോ. ഏതായിരുന്നു ഒടുവിലായി ഞാൻ ചോദിച്ചത് വി ഡി സതീശന്റെ ആ പ്രസ്താവനയാണ്. താങ്കൾ എന്തായാലും സർക്കാരിൽ നിന്നും മാറിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. ബി റജി താങ്കൾ തന്നെ. അപ്പോൾ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ അതിലൊരു പങ്കുമില്ല. ഈ പീഠം കാണാതെ പോയതുമായി ബന്ധപ്പെട്ടായിരുന്നല്ലോ അത്. അപ്പോൾ ആ പ്രസ്താവന വി ഡി സതീശൻ പിൻവലിക്കണം, അത് മതനിരപേക്ഷ ചേരിക്ക് ഏൽപ്പിച്ച പോറൽ തന്നെയാണ്, അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയെന്നൊരു പ്രതിപക്ഷ നേതാവ് അങ്ങ് പറയുകയാണ്. എന്ത് അടിസ്ഥാനത്തിൽ? അസിത, അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലും നെള്ളിലും തെളിയട്ടെ. ഒരുപാട് ദുരൂഹതകൾ മറനീക്കി പുറത്തു വരാനുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും മലയാളികളും വേൾഡും ലോകം മൊത്തം ഏറ്റവും പവിത്രതയോടെ കരുതുന്ന ഒരു ശബരിമല ക്ഷേത്രത്തിലെ സംബന്ധിച്ച് അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വിഷയമാണ്. അവിടെ ഈ പീഠം, സ്വർണം പൂശിയ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം, അതിൻ്റെ സ്വർണത്തിൻ്റെ സംബന്ധിച്ചും 99 സ്വർണം പൂശിയ ഒരു ദ്വാരപാലക കഥ, അതിൻ്റെ പീഠത്തിനെ സംബന്ധിച്ചും അത് വീണ്ടും സ്വർണം പൂശുവാനായി കൊണ്ടുപോയതും സംബന്ധിച്ച ദുരൂഹതകൾ അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. അത് 3 തരത്തിലുള്ള നോക്കൂ, 3 തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ അന്വേഷണം ഒന്ന് തെളിഞ്ഞു വരട്ടെ, അത് പൊതുജനങ്ങളുടെ മുമ്പാകെ വരട്ടെ. അതിനുശേഷം പോരെ ആര് മാപ്പ് പറയണമെന്നോ ആരാ പ്രസ്താവന പിൻവലിക്കണമോ എന്നുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം കൂടി, NSS-മായി ബന്ധപ്പെട്ട് വി ഡി സതീശന്റെയും കോൺഗ്രസിന്റെയും നിലപാട് ഒന്ന് തന്നെയാണോ? നോക്കൂ, NSS-മായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് ചിന്തിതമായ ഒരു തീരുമാനമല്ലേ എടുത്തിട്ടുള്ളത്. അതായത് കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനം കൈക്കൊണ്ടു. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ള ഒരു വിഷയത്തിൽ ആ കാര്യത്തിൽ ഞങ്ങൾ പങ്കെടുക്കണമെങ്കിൽ 3 ചോദ്യങ്ങൾ കേരള സർക്കാരിനോട് ചോദിച്ചു. ആ 1, 2, 3 എന്നുള്ള ചോദ്യം, നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ഭേദഗതി ചെയ്യാൻ തയ്യാറുണ്ടോ ആചാര ലംഘനം സംബന്ധിച്ച്? 2, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുമോ? 3, ഇത് ഈ 10 വർഷം ശബരിമല വികസനത്തിന് ഒരു ചെറുവിരൽ പോലും അനക്കാത്ത നിങ്ങൾ ഈ ഒടുവിൽ ഭരണത്തിൻ്റെ അന്ത്യനാളുകളിൽ നിങ്ങൾ ശബരിമല വിഷയവുമായി വന്നത് ജനങ്ങളെ പറ്റിക്കാനല്ലേ, കബളിപ്പിക്കാനല്ലേ, വോട്ട് തേടിയല്ലേ എന്നുള്ള ചോദ്യത്തിന് ഈ നിമിഷം വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മറുപടി ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വ്യക്തമായ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു. എന്താണ്? ഞങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നില്ല. ഇത് ഇടതുപക്ഷത്തിൻ്റെ CPM-ന്റെ ഒരു ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു തട്ടിപ്പാണ് എന്ന് ഉള്ള രീതിയിൽ
കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു. ആ രാഷ്ട്രീയ തീരുമാനം സംബന്ധിച്ച് NSSന് അവരുടേതായ നിലപാടുണ്ട്. നോക്കൂ, കേരളത്തിൽ സാമുദായിക സംഘടനകളുടെ എണ്ണം എത്രയാണെന്നറിയാമോ? 300 മുതൽ 350 വരെ സാമുദായിക സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് മനസ്സിലാക്കണം. ഈ സംഘടനകൾക്കെല്ലാം അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാം. എല്ലാ സാമുദായിക സംഘടനകളുമായും അല്ലെങ്കിൽ എല്ലാ മതസംഘടനകളുമായും നല്ല നിലയിലുള്ള ബന്ധമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇവരുടെ എല്ലാം വോട്ട് കോൺഗ്രസിന് ലഭിക്കാറുമുണ്ട്. അങ്ങനെയാണല്ലോ കോൺഗ്രസ് എത്രയോ കാലമായി അധികാരത്തിൽ വരുന്നത്. 18 സീറ്റ് ലോക്സഭയിൽ കിട്ടിയതും എല്ലാ സാമുദായിക സംഘടനകളിലും വിശ്വസിക്കുന്നവരുടെ വോട്ട് സമാഹരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടെന്ന് പറഞ്ഞ് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മതേതരത്വ നിലപാടാണ്. എല്ലാ സാമുദായിക സംഘടനകൾക്കും അവരുടെ അഭിപ്രായം പറയാനുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് സുചിന്തിതമായ കോൺഗ്രസിൻ്റെ ആർജവത്തോടെയുള്ള നിലപാട്. കാരണം കോൺഗ്രസ് മതേതരത്വ, ജനാധിപത്യ, സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന, സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന എല്ലാ മതവിഭാഗങ്ങളെയും ഈ ബഹുസ്വരതയും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണ്. ഇവിടെ ബഹുമാനായ ഡോക്ടർ സരീൻ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കണം. കേന്ദ്രത്തിൽ ഈ കേരളം വിട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ്. അങ്ങ് കോൺഗ്രസിൻ്റെ മതേതരത്വ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിമർശിക്കുമ്പോൾ അതും കൂടി അങ്ങ് ദയവായിട്ട് മനസ്സിലാക്കണം. പിന്നെ ബഹുമാനായ അഡ്വക്കേറ്റ് ലാൽ അദ്ദേഹം പറഞ്ഞു എന്താണ് ന്യൂയിസൻസ് വാല്യൂ ഉണ്ടെന്നുള്ളത്. അത് സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ്. കാരണം LDF സർക്കാരിനെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് ജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയും അതിൻ്റെ നേതാക്കൾക്കെതിരെയും ശക്തമായ വിമർശനം രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് അത്തരത്തിൽ മാത്രമാണ് ഞാൻ അതിനെ കാണുന്നത്. ശരി. അഡ്വക്കേറ്റ് N. ലാൽകുമാർ, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് B. റജി പറയുന്നത്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തിരുന്നു. പക്ഷേ ആ രാഷ്ട്രീയ നിലപാടിന് പിന്നാലെ ഓരോ നേതാക്കൾക്കും ഓരോ ദിവസവും പെരുന്നയിലേക്ക് പോകേണ്ടി വരികയാണ്. എല്ലാം വ്യക്തി സന്ദർശനം അല്ല. ഈ നിലയിൽ എല്ലാ ദിവസവും രാവിലെ നേതാക്കൾ വണ്ടിയും വിളിച്ച് പെരുന്നയിലേക്ക് പോകാൻ പെരുന്നയിൽ വല്ല വിനോദസഞ്ചാര കേന്ദ്രവും പ്രവർത്തിക്കുന്നുണ്ടോ? ശ്രീ ലാൽകുമാർ, മനസ്സിലാകാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. വ്യക്തി സന്ദർശനം നടത്താനേ അല്ല, റജി പറഞ്ഞ പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ്. റജിയെ ഞാനൊരു കാര്യം ഓർപ്പിക്കാം. ഈ കേരളത്തിൽ ഈ ശബരിമല എന്ന് പറയുന്നത് രാഷ്ട്രീയ വിഷയമായി മാറിയത് സുപ്രീം കോടതിയുടെ 5 അംഗ ബെഞ്ചിൻ്റെ വിധിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ രമേശ് ചെന്നിത്തല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല. കാര്യം അദ്ദേഹത്തിനെ കോൺഗ്രസ്സുകാർ തന്നെ ചവിട്ടി പുറത്താക്കിയായിരുന്നു. അങ്ങനെയാണ് VD സതീശൻ വരുന്നത്. എന്തുകൊണ്ട് എന്നെ പുറത്താക്കിയെന്ന് എനിക്ക് മനസ്സിലായി പോലും ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടു. എന്നോട് മോശമായിപ്പോയി എന്നെ അങ്ങനെ ഇറക്കി വിട്ടത്, എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാറിയേനേയും എന്ന് പറഞ്ഞതും മുൻ പ്രതിപക്ഷ നേതാവാണ്. അത് പോട്ടെ, കാര്യം അവർ ചവിട്ടി പുറത്താക്കുവോ അടിച്ചോ വെളിയിൽ ഇറക്കുമോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ആ വിഷയം, ശബരിമല വിഷയം, സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി വന്നപ്പം നിങ്ങളുടെ രമേശ് ചെന്നിത്തല അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? വിധി നടപ്പാക്കണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ നട്ടലിൻ്റെ സ്ഥാനത്ത് ഈ പ്ലാസ്റ്റിക് പോലും വെച്ചിട്ട് വളഞ്ഞ പ്ലാസ്റ്റിക് ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അഭിപ്രായം മാറ്റിയില്ലേ? മാറ്റിയത് ഞാനല്ല, പ്രതിപക്ഷ നേതാവാ, നിങ്ങളുടെ അന്നത്തെ പ്രതിപക്ഷ നേതാവ്. കാര്യം 12 ചില ആൾക്കാർ കൂടി ഒരു ജാഥ നടത്തി, അല്ലെങ്കിൽ നാമജപ ഘോഷയാത്ര നടത്തി. ആ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ നിങ്ങൾ പ്ലേറ്റ് മാറ്റി. ഭയങ്കരമായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻ്റ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറത്തില്ല നിലപാട്, ഒരക്ഷരം കോൺഗ്രസിൻ്റെ മാറത്തില്ല. ഇതൊക്കെ ആരോടായി പറയുന്നത്? ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരല്ലേ ഇത്? ഞാൻ റജിയെ ഇതായിട്ട് പറയുന്നതല്ല കേട്ടോ. റജി ഒരു രാഷ്ട്രീയ കാര്യം പറഞ്ഞതാണ്, കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞാണ്. എനിക്ക് റജിയെ എഴുത്തി കാണിച്ച് സംസാരിക്കണം എന്നൊരാഗ്രഹമില്ല, എനിക്ക് അങ്ങനെ ഞാൻ ചെയ്യുന്ന ആളുമല്ല. പക്ഷെ സംഭവം നിങ്ങൾ മൊത്തത്തിൽ പറഞ്ഞു വരുന്നത് പ്രതിപക്ഷ നേതാവ് എടുക്കുന്ന നയം, ശക്തമായ നയം, ഒരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ? പ്രതിപക്ഷ നേതാവ് ഈ ഫ്ലക്ച്വേറ്റ് ചെയ്ത് വരേണ്ട വിഷയങ്ങൾ അദ്ദേഹം മറുപടി പറയത്തില്ല. KPCC പ്രസിഡന്റിനോട് ചോദിച്ചാൽ പറയും. CPM-മായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമേ അദ്ദേഹം മറുപടി പറയത്തുള്ളൂ. ഇപ്പം ഇന്ന് തന്നെ അസിത ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏതാ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? പിന്നെ ആരോടാ ചോദിക്കേണ്ടത്? ആരോടാ ചോദിക്കേണ്ടത്? രാഹുൽ ഗാന്ധിയോടോ? അല്ല സോണിയാഗാന്ധിയോടോ? നിങ്ങൾ ആരാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാന്നുള്ള ചോദ്യത്തിന് പ്രസക്തി എന്നോട് തന്നെ ചോദിക്കുന്നില്ല. നിങ്ങൾ എന്നോട് ചോദിക്കണ്ടെന്നല്ലേ എന്റെ അർത്ഥം? അതെ, ഇദ്ദേഹത്തോട് ചോദിച്ചാൽ അല്ല അത് റജിയിലേക്ക് ഞാൻ പറയാം പ്ലീസ്, ഞാൻ പറയാം. റജി KPCC പ്രസിഡന്റിനോട് ചോദിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വായി കിടക്കുന്ന നാക്കിവിടെ പോയെന്നാണ് എൻ്റെ ചോദ്യം. CPM-ന്റെ കാര്യം വരുമ്പോൾ ചാടിക്കറി അത് അങ്ങനെ ഇങ്ങനെയാന്ന് പറയുകയും കോൺഗ്രസിനകത്തെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് എടുക്കുന്ന തീരുമാനത്തിനകത്ത് ഒരുമിച്ച് ചില കാര്യങ്ങൾ പറയുകയും
എന്നിട്ട് അതിനകത്ത് ആ കാര്യം വരുമ്പോൾ പുള്ളിക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം വരുമ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞോളാന്ന് അതല്ലേ പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാനെടുത്ത ശക്തമായ നിലപാട്, അതിൽ മാറ്റമില്ല, വലിയ വർത്താനം പറഞ്ഞു. എന്നിട്ട് പുള്ളിയുടെ മൂക്കിന് താഴെ കൂടെ ഒരാൾ അവിടെ വന്നിരുന്നു, നിയമസഭ വന്നിരുന്നു. ആ നിയമസഭ വന്നിരുന്നു, ഇപ്പുറത്തു നിന്ന് ഒന്ന് പോയി തരാവോ, കഷ്ടമുണ്ട്, നാണക്കേടാണെന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതി അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി. ഇതൊക്കെ ഇവിടെ നമ്മൾ കണ്ടതല്ലേ അല്ലേ? ഇത് അദ്ദേഹത്തിന് മറുപടി പറയുന്നതിന് എന്താ പ്രശ്നം എന്ന് എൻ്റെ ചോദ്യം. പ്രതിപക്ഷ നേതാവിന് മറുപടി പറയുന്നതിന് എന്താ പ്രശ്നം? നിങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിയ സാധനത്തിനകത്ത് ബുദ്ധിമുട്ടുള്ള ചോദ്യം പാവ സണ്ണി ജോസഫിന് മണ്ടയ്ക്ക് വെക്കും. അദ്ദേഹമാണ് ഒരു മയത്തിന് എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു വഴി എങ്ങനെയും അങ്ങ് രക്ഷപ്പെടും. കാര്യം ഇദ്ദേഹം വെച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് അഗ്രസീവായിട്ട് മാത്രമേ കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റൂ. ഈ വിഷയം അഗ്രസീവായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്നറിയോ, ഈ ലോകത്തുള്ള വൃത്തികേടുകൾ മൊത്തം നടക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദ്യം ചോദിക്കുന്നത്. അതിന് ഒരു മറുപടിയില്ല. അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റജി. നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് നോക്കൂ, പ്രതിപക്ഷ നേതാവ് ഈ സംസ്ഥാനത്ത് VD സതീശൻ വന്ന സമയത്ത് അക്നോളജ് ചെയ്ത ഒരാളാണ് ഞാൻ. ഈ പറയുന്ന ആൾക്കാർ അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് നന്നായിട്ട് പ്രവർത്തിക്കണം. പക്ഷെ അദ്ദേഹം പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സുകാർ കേൾക്കാത്ത അവസ്ഥയായി. അത് റജിക്കും അറിയാം, എനിക്കും അറിയാം. റജിക്ക് അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുത്തു. പച്ച ചീത്തയാണ് റജി കോൺഗ്രസിന്റെ സഹയാത്രികർ വിളിക്കുന്നത്. CPMന്റെ ആൾക്കാരല്ല വിളിക്കുന്നത്, പച്ച ചീത്തയാണ് VD സതീശനെ വിളിക്കുന്നത്. നിങ്ങളുടെ വക്താക്കളിൽ ഒരാൾ, സംസ്ഥാനത്തിലെ വക്താക്കളിൽ ഒരാൾ എഴുതി, പേര് ഞാൻ പറയുന്നില്ല, ആനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന്. ആനപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് നല്ലതായിരിക്കുമെന്ന്. അവസാനം ജിൻഡോയും ഈ പറയുന്ന കുറേ പേരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പും, ഇപ്പുറത്ത് വേറെ കുറേ ഗ്രൂപ്പും. ഈ പറയുന്ന വിഷയത്തിനകത്ത് സതീഷിനെ അനുകൂലിച്ച് 4-5 സ്ത്രീകൾ വന്ന് സംസാരിച്ചു. അവരൊക്കെ വേറെ വഴിക്ക് പോയി. അവർക്കൊന്നും വെളിയിലിറങ്ങാൻ പറ്റില്ല. നിങ്ങൾ കൊണ്ടുവന്ന സംഘടനയുടെ പ്രവർത്തനത്തിൻ്റെ ശൈലി കൊണ്ട് ഉണ്ടായ ഗുണം, പ്രതിപക്ഷ നേതാവ് ഞാൻ നോക്കൂ, പ്രതിപക്ഷ നേതാവിനെ എനിക്ക് വിമർശിക്കാം, പ്രതിപക്ഷ നേതാവിനെ ഞാൻ ചീത്ത വിളിക്കാൻ പാടില്ല, തെറ്റാ. കാര്യം അദ്ദേഹം വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. ആ പദവിയിൽ ഇരിക്കുന്ന ഒരാളെ അദ്ദേഹത്തിനെ വിമർശിക്കുന്നതും ഈ പറയുന്ന ചീത്ത വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? പക്ഷെ വിളിക്കുന്ന ചീത്ത കോൺഗ്രസ്സുകാരാന്നേ. അന്ന് മാധ്യമപ്രവർത്തകനായ പൊടിപ്പാറ സാറ് എൻ്റെ കൂട്ടത്തിൽ ഇരുന്നൊരു ചർച്ചയ്ക്കകത്ത് പറഞ്ഞു, VD സതീശനെതിരെയാണ് ഈ കളി നടക്കുന്നത്, VD സതീശനെ ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം സംസാരിച്ചു. ആ ലൈനിലാണ് സംസാരിച്ചത്, എക്സാക്ട് സെന്റൻസ് അല്ല, പക്ഷെ പറഞ്ഞു വന്നതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് അതായിരുന്നു. കോൺഗ്രസുമായിട്ട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാർ പലരും പറയുന്നു ഇത് ശരിയല്ല എന്ന് പറയുന്നു. ഇതൊക്കെ നമ്മൾ പറയിച്ചാണോ? ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇതാ കോൺഗ്രസിന് കുറേ നാളുകളായി കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, അധികം സമയം എടുക്കത്തില്ല. കുറേ നാളുകളായി ലീഗുകാർ കഴിച്ച ബിരിയാണി ചെമ്പ് കഴുകുക എന്നുള്ളത്, അതിനകത്ത് കഴുകി വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഈ കോൺഗ്രസ്സുകാരുടെ ജോലി. ഇത് ഞാൻ കുറേ കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യം കേട്ടോ പറഞ്ഞത്. പ്രവർത്തകരോട് എനിക്ക് ബഹുമാനമാണ് എപ്പോഴും. കോൺഗ്രസ്സുകാരിൽ ഇവരുടെ തല ഇരിക്കുന്നത് ലീഗിൻ്റെ കക്ഷത്തിലായിരുന്നു. ഇത്രയും നാൾ അങ്ങനെ ആയിരുന്നുണ്ടെന്നത്. ഇതിപ്പോൾ ഇച്ചിരി മാറി. ഇപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ലീഗുകാർക്ക് ഇതിനകത്ത് വരാൻ പോലും പറ്റാത്ത അവസ്ഥ. ലീഗുകാർ വേറെ വഴിക്കുള്ള, ലീഗുകാർക്ക് വേറെ പ്രശ്നമുണ്ട്, ലീഗുകാർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിലിരിക്കുകയാണ്. ഇപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ തല എവിടെ ആയിരിക്കുന്ന കാര്യത്തിൽ മാത്രം ആരുടെ കക്ഷത്തിലായിരിക്കുന്നത് മാത്രമേ സംശയമുള്ളൂ എനിക്ക്. കാര്യം ആ അവസ്ഥയിലാണ്. ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നിങ്ങൾ തമ്മിൽ അത്ര അടിയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതല്ല ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നോക്കൂ, ഇന്ന് അസിത്ത് സൂചിപ്പിച്ച ഒരു കാര്യം എന്താ, ഒരു മീറ്റിംഗ് ഇടയ്ക്ക് വെച്ച് നിർത്തി. ഞങ്ങൾ ചർച്ച ചെയ്ത് സംസാരിച്ച് നമുക്കെല്ലാം നേരത്തെ മനസ്സിലായതുകൊണ്ട് നിർത്തിയതല്ല. അത് മീറ്റിംഗ് തുടരാൻ പറ്റാത്തത് കൊണ്ട് നിർത്തിപ്പോയതാണെന്ന് എനിക്കും അറിയാം, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഒരു മീറ്റിംഗ് തുടങ്ങി, ഒരു മീറ്റിംഗ് കംപ്ലീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിർത്തിയാൽ അതിൻ്റെ അർത്ഥം ഒന്നിൽ ഈ പറഞ്ഞ എല്ലാവർക്കും എല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ അത് തുടരാൻ പറ്റാത്ത രീതിയിലായി എന്നാ. അത് തുടരാൻ പറ്റാതായതിൻ്റെ കാരണം എന്താ? അപ്പം CPMനകത്ത് അന്ന് അത് സംഭവിച്ചില്ലേ? അത് പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങളുടെ കാര്യം പറയണം. കാര്യം CPMുമായിട്ട് ബന്ധപ്പെട്ട CPMനകത്ത് തർക്കം ഉണ്ടായിരുന്നു എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ ഇവിടെ ചർച്ച ചെയ്തതല്ലേ? ചർച്ച ചെയ്യാതിരുന്നില്ല. CPM നിങ്ങൾ ആരും വെറുതെ വിട്ട ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ കുറച്ച് നാളുകളായി കേരളത്തിൽ നടക്കുന്നൊരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന പല മാധ്യമ പ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ വാർത്ത കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. പല ആൾക്കാർക്കും ഈ പുറത്തു വരുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓരോ ചാനലിലിരിക്കുന്ന അവതാരകരും പറയുന്ന ഒരേ സാധനമായിരിക്കും. അത് എവിടുന്നാണ് വരുന്നതെന്ന് നമുക്കറിയാം. ഞാൻ ആ പേര് പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം എവിടുന്നാണ് അത് പോകുന്നതെന്ന്. കുറേ നാളുകളായിട്ടുള്ളൊരു കാര്യമാണ്. അതും അവിടെ നിൽക്കട്ടെ, ഞാൻ നിർത്തി.
ഓക്കെ ഞാൻ മടങ്ങി വരാം. ഡോക്ടർ പി സരിൻ, അപ്പോൾ ഇവിടെയെല്ലാം പ്രശ്നമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസുകാരും ഒന്നാകെ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ ഒരു മന്ത്രി കേരളത്തിൽ വന്ന് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ച്, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കേരളം രാജ്യത്തിന് മാതൃകയാണ് എന്ന മട്ടിൽ പറഞ്ഞത്. ഒരാഴ്ച പോലും ആയിട്ടില്ല. അന്ന് KC വേണുഗോപാൽ പറഞ്ഞു അത് ഈ സർക്കാരിനെ കുറിച്ചല്ല, കാലങ്ങളായുള്ള കേരളത്തിലെ സർക്കാരുകളെ കുറിച്ചാണ് എന്ന്. പക്ഷേ കർണാടകയിൽ നിന്ന് വന്ന മന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു, കടുത്ത കേന്ദ്രാവഗണനയ്ക്കിടയിലും എന്ന്. അപ്പോൾ സ്വാഭാവികമായും അത് ഏത് സർക്കാരിനെ കുറിച്ചാണ് എന്ന് പറയാൻ, മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ഇത്തരം പ്രതിസന്ധികൾ ഉള്ളപ്പോഴും പക്ഷേ ഇതാ സർക്കാർ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏറ്റവും ഒടുവിൽ ഇതാ വയനാട് പുനരധിവാസം, അത് ഏത് നിലയിൽ മാതൃകയായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലാണ് നമ്മൾ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളെ കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത്. എല്ലാ മാസവും വാർത്താ സമ്മേളനം വിളിച്ച് 30-ാം തീയതി തറക്കല്ലിടൽ എന്ന് പറയുകയാണ്. ഏത് 30? അപ്പോൾ എല്ലാ മാസവും 30 ഉണ്ടല്ലോ എന്ന ലൈൻ. ജനങ്ങൾ ഇനിയും അത് പ്രതീക്ഷിച്ച് കാത്തിരിക്കണോ ഡോക്ടർ പി സരിൻ? നോക്കൂ വാസിത, ഇവിടെ ഒരു പക്ഷേ നമുക്ക് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരേണ്ടുന്ന ഒരു ആശയം എന്നുള്ളത്, കൈരളി പോലൊരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യർക്കും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റിയിൽ നിന്ന് അവരിലൂടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ട മെസ്സേജ് എന്ത്, അതായിരിക്കണമല്ലോ നമ്മൾ അവരിലേക്ക് ഈ ചർച്ചയിലൂടെ അവർക്കൊരു ഔട്ട്കമായി വരേണ്ടത്. കേരളത്തിൽ കഴിഞ്ഞ 9.5 വർഷം കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളെ കേരള സമൂഹം എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതിന് കേരളത്തിൻ്റെതായിട്ടുള്ള ആളുകളെ കേൾക്കാൻ മുഖ്യമന്ത്രി CM വിത്ത് മീ, CM എന്നോടൊപ്പം എന്ന് പറഞ്ഞൊരു പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. അതിൻ്റെ കോൾ സെൻറ്റർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടും അതിൻ്റേതായിട്ടുള്ള ചോദ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് അതിൻ്റേതായ ചില ചോദ്യങ്ങളെ AIDയും കൂടി സഹായത്തോടു കൂടി ഓരോ ഉത്തരങ്ങൾക്കും വേണ്ടുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ തീരുമാനമെടുക്കുന്നു. പരിഹരിക്കാൻ 48 മണിക്കൂറിൻ്റെ സമയപരിധി നിശ്ചയിക്കുന്നു. എല്ലാ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ലോക്കൽ ബോഡി അടിസ്ഥാനത്തിലും വികസന സദസ്സുകൾ നടക്കുന്നു. കേരളത്തിൽ 33 വിഷയങ്ങളെ ഊന്നി നിന്നുകൊണ്ട് പൊതുസംവാദം എന്നുള്ള രീതിയിൽ കോൺക്ലേവുകൾ നടക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ 2-3 മാസങ്ങളായി നടന്ന വിവിധ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കോൺക്ലേവുകൾക്കും സമ്മിറ്റുകൾക്കും പുറമെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് അതാത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഉദാഹരണത്തിന് ഇപ്പോൾ കയറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ കയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചകിരി പിരിക്കുന്നവർ മുതൽ കയർ വ്യവസായത്തിൽ ഏർപ്പെടുന്ന, എക്സ്പോർട്ടിൽ ഏർപ്പെടുന്നവർ വരെയുള്ളവരുടെ ആ കണ്ണികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അവരിതിനെപ്പറ്റി ബോധവാന്മാരാകുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഇതിനെപ്പറ്റി ബോധ്യവും ഇല്ലാതെയാകുന്നത് പ്രതിപക്ഷത്തിന് മാത്രമാണ്. കോൺഗ്രസ്സുകാർക്കാണ് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്നതിനെപ്പറ്റി ധാരണയില്ലാത്തത്. ആ ഇല്ലാത്ത ധാരണയുടെ പുറത്ത് അവർ ഈ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന് ഇങ്ങനെ വിളമ്പുന്ന വിഷയങ്ങളെ ഏറ്റെടുക്കുകയും അതിൻ്റെ പുറകെ പോവുകയും അത് വെച്ചുകൊണ്ട് ഈ സർക്കാരിനെ വില കുറച്ച് കാണിപ്പിക്കാൻ പൊതുസമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു റോള് മാത്രമാണ് അവർക്കുള്ളത്. ക്രിയാത്മകമായി കേരളത്തിൻ്റെ ഒരു വിഷയത്തെ തെറ്റ് എന്ന് പറഞ്ഞ് അത് ഇന്ന രീതിയിലാണ് തെറ്റ് എന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 2 ദിവസം മുന്നേ നമ്മുടെ സഭയിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്ന് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സഭ ഒരു പ്രമേയം അവതരിപ്പിച്ചു. മുഖ്യമന്ത്രി തന്നെയാണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. സഭ ഐകകണ്ഠ്യേന അത് പാസാക്കി. ആ വിഷയത്തിൽ എതിർക്കാൻ വേണ്ടി കോൺഗ്രസ് ആ വിഷയം എതിർക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരും അത് അനുകൂലിക്കും, UDFും അനുകൂലിക്കും എന്നറിയാം. പക്ഷെ അതിനുമപ്പുറം അതിൽ ഈ ഭരണപക്ഷത്തിരിക്കുന്ന LDF സർക്കാർ കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. SIR നടപ്പിലാക്കാൻ കോടതിയുടെയും ഭരണഘടനാപരമായിട്ടുള്ള സ്ഥാപനങ്ങളുടെയും അനുമതി സമ്പാദിക്കുന്ന മുറയ്ക്ക് കേരളത്തിൽ നടന്നാൽ പോലും അതിനെ വരച്ച വരയിൽ നിർത്താനുള്ള കേരളത്തിൻ്റെതായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി വയ്ക്കാൻ ആദ്യമേ ഒരു പ്രമേയം പാസ്സാക്കാൻ നമുക്ക് സാധിച്ചു എന്നും അതിനെ ചുറ്റിപ്പറ്റി നമ്മൾ ഇനിയും വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ്. എന്നാൽ സമാന്തരമായി കോൺഗ്രസ് എന്താ ചെയ്തത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തോ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്കൽ ബോഡീസിന് വേണ്ടി മിനിഞ്ഞാന്ന് പുറപ്പെടുവിച്ച ആ നമ്മുടെ കരട് വോട്ടർ പട്ടിക, അതിലും സമാനമായ തെറ്റുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ സമീകരിക്കാൻ ശ്രമിക്കുക. ഇവിടെയും വോട്ട് ചോരി നടക്കുന്നു എന്ന് കോൺഗ്രസ് പറയാതെ പറയാൻ ശ്രമിച്ചു. പക്ഷെ അത് അമ്പേ പാളിപ്പോയി. അവർക്കത് ഏറ്റെടുക്കാൻ പോലും അറിയുന്നില്ല. ഒരു എന്താ പറയുക, യൂണിഫോം നമ്പർ പാറ്റേൺ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്നതിനെ പോലും അട്ടിമറിയായിട്ട് ഇവർ കാണുന്നു. ഇവിടെ എല്ലാറ്റിനും സുതാര്യതയുള്ള ഒരു സംസ്ഥാനമായി കേരളത്തെ കഴിഞ്ഞ 9.5 കൊല്ലം കൊണ്ടാണ് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞത്. അതുവരെ തോന്നും പോലെയായിരുന്നു പലതും സംഭവിച്ചിരുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഒരു വ്യവസ്ഥയുണ്ട്. ചോദിച്ചാൽ ഉത്തരം പറയാൻ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഉദ്യോഗസ്ഥ തലം മുതൽ
രാഷ്ട്രീയ അധികാരം വരെയുള്ളവരുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറ്റാവുന്നത് പോലെ എല്ലാവർക്കും ലഭ്യമാക്കാൻ ബോധപൂർവമായ ഇടപെടലുമുണ്ട്. നമ്മളുടെ പരിമിതി എന്ന് പറയുന്നത് കേന്ദ്രം നമ്മളോട് കാണിക്കുന്ന വഞ്ചനയാണ്. ആ വഞ്ചനയെ തുറന്നെതിർക്കാൻ ഇവിടെ UDF സർക്കാരിൻ്റെ കൂടെ നിന്നിട്ടേയില്ല. കാരണം അവർ പറയുന്നത് അങ്ങ് അനുഭവിച്ചോ എന്നാണ്. LDF അങ്ങ് അനുഭവിച്ചോ, LDF അനുഭവിച്ചോ എന്ന് അവർ പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറയുന്നത് കേരളത്തിലെ സാധാരണക്കാർ കുറച്ചുകൂടി അനുഭവിക്കട്ടെ, കേരളത്തിന് ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ ഭരണഘടനാപരമായി ലഭിക്കേണ്ടുന്ന അത് ഫിനാൻസ് കമ്മീഷൻ്റേതടക്കം GST-യുടേതായിട്ടുള്ള ഡെവല്യൂഷൻ അടക്കം പദ്ധതികൾക്ക് കൺകറന്റ് ലിസ്റ്റിലുള്ള പദ്ധതികൾക്ക് നൽകേണ്ടുന്ന കേന്ദ്ര ഫണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ടുന്ന കേന്ദ്ര ഫണ്ട്, ഈ സകല ഫണ്ടുകളും പിടിച്ചു വെക്കുന്നതിന് ഒരു പരിധിയുമില്ലാത്ത വിധം അതിനെ മാറ്റിയെടുക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷന്റെ 15 കൊല്ലം മുമ്പത്തെ നമ്മുടെ ആളോഹരി 3.89% കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള വിഹിതം നമ്മളിലേക്ക് വരണമെന്ന് ഉള്ള കണക്കിൽ നിന്ന് ഇപ്പോൾ 1.9 കുറച്ചതിൻ്റെ മാനദണ്ഡം എന്തെന്ന് ചോദിക്കുമ്പോൾ ആ ഡിസ്ക്രിമിനേഷനെതിരെ കേന്ദ്രത്തിനെതിരെ കേരളം ഫൈറ്റ് ചെയ്യുമ്പോൾ അത് എൻഡോഴ്സ് ചെയ്യാൻ കർണാടകയിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തിൽ നിന്ന് ഒരു മന്ത്രി അതിവിടെ വന്ന് തുറന്നു പറയുമ്പോഴൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം ഇടപെടലുകളും പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ഇവിടേക്ക് വരുമ്പോൾ അത് ഹിമാചലിലെ മന്ത്രി വന്നപ്പോഴും പറഞ്ഞു കേട്ടോ, കേവലം ബൈരഗൌഡ മാത്രമല്ല, ഹിമാചലിലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് വന്നപ്പോൾ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് വിക്രമാദിത്യ സിംഗ് ഇവിടെ വന്ന് ഇവിടുത്തെ ടൂറിസത്തെ പറ്റി പറഞ്ഞ വാക്കുകൾ. കേരളം ഒരു തുറന്ന പുസ്തകമാണ്. ആ തുറന്ന പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം കേരളത്തിനകത്തും പുറത്തും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യരെ തെറ്റിദ്ധാരണയിലൂടെ എങ്ങനെയൊക്കെയാണോ വഴിതെറ്റിച്ച് വിടാൻ സാധിക്കുക ആ വഴികളിലൂടെ അതിൽ മതം എന്ന് പറയുന്ന ഒരു അപകടകരമായ ചേരുവ തിരികെ കയറ്റിക്കൊണ്ട് ആ മതത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്താം എന്നുദ്ദേശിച്ചിരുന്ന സകല കളികളും പൊളിഞ്ഞു വീഴുകയാണ്. അപ്പോൾ ഇനി മറ്റൊരു വഴിയിലേക്ക് പോകുന്നതിനപ്പുറം ഇത് തന്നെ അങ്ങ് ആളിക്കത്തിച്ചേക്കാം എന്ന കൈവിട്ട കളിയിലേക്ക് കോൺഗ്രസ് തരം താഴുന്നു എന്നുള്ളത് ജനം തിരിച്ചറിയുകയാണ്. നമുക്ക് ജീവിക്കേണ്ടുന്ന ഈ നാട് നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടി നമ്മൾ കൈമാറാൻ എത്തരത്തിൽ കൈമാറാൻ ഉദ്ദേശിക്കുന്നു? കോൺഗ്രസ് ഭരിച്ചാൽ എന്തായി തീരും ഈ സംസ്ഥാനം? കോൺഗ്രസിന്റെ രാഷ്ട്രീയ ബദൽ എന്താണ്? CPM അല്ലെങ്കിൽ LDF സർക്കാർ കൊണ്ടുവന്ന നയങ്ങളുടെ തുടർച്ചയ്ക്ക് നമ്മളിവിടെ വോട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുക? നവകേരളം എന്നുള്ളത് കേവലം ഒരു സങ്കല്പമല്ല, ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കൂടി ചേർന്ന് മാറ്റിയെടുക്കേണ്ടുന്ന, അത് അവനവൻ്റെ മനോഭാവം മുതൽ നമ്മളുടേതായിട്ടുള്ള വ്യവസ്ഥയിലെ മാറ്റേണ്ടുന്ന വസ്തുതകൾ എന്താണോ അത് അടക്കം പുതിയ സമീപനത്തിലൂടെ പുതിയ തലമുറയുടെ പുതിയ കാഴ്ചപ്പാടിൻ്റെ ഒപ്പം നിന്ന് ഈ നാടിനെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തം ഇത്ര ക്രിയാത്മകമായി ചെയ്യുന്ന ഒരു ഭരണത്തിനെതിരെ ഒരു കാര്യവും വസ്തുതാപരമായി ജനത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കോൺഗ്രസിന് ഇല്ലാത്തിടത്തോളം ഈ ധാർഷ്ട്യം കലർന്ന പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്ന് വീഴുന്ന ജൽപ്പനങ്ങളുടെ പുറകെ അവർ സാങ്കേതികമായി പോകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ആ പദവി അലങ്കരിക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണെന്ന് കോൺഗ്രസ് അണികളും തിരിച്ചറിയും. സാങ്കേതികമായി മാത്രം പ്രതിപക്ഷ നേതാവായി തുടരുന്ന ആ ആൾ പറയുന്ന വിഷയങ്ങൾ ഏറ്റെടുക്കേണ്ട എന്നുള്ള ഗതികേട് വരും. സ്വയം രാജിവെച്ചൊഴിയേണ്ടുന്ന അവസ്ഥയിലേക്ക് ഒരുപക്ഷെ അദ്ദേഹം പോയേക്കാം. അദ്ദേഹത്തെ എന്തായാലും ഇനി മാറ്റാൻ സാധ്യതയില്ല. എന്തിനാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള അവസ്ഥ സ്വയം അദ്ദേഹത്തിൻ്റെ അവസ്ഥ കാണുന്ന സമയത്ത് ആ പാർട്ടിയുടെ ഉള്ളിലുള്ള പലർക്കും അദ്ദേഹത്തിനോടൊപ്പം നിന്നവർക്ക് വരെ മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ഒരു സ്വാഭാവിക മരണത്തിലേക്കാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം പോകുന്നത്. അത് ജീർണിച്ചൊരു പ്രത്യേക അവസ്ഥയിൽ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു. എത്ര ആത്മഹത്യകളാണ് കോൺഗ്രസിൽ നിന്നു എന്നുള്ളത് കൊണ്ടുകൂടി സംഭവിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു നിലപാടെടുത്തതിൻ്റെ, പാർട്ടിയുടെ നിലപാടിൻ്റെ ഒപ്പം നിന്നതിൻ്റെ പേരിൽ വ്യക്തിഹത്യ നടത്തി അതിൻ്റെ പുറകെ നടന്ന് സൈബർ ബുള്ളിയിങ് മാത്രമല്ല ടെലിഫോൺ കോളുകളിൽ പോലും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരാൾ 20 ദിവസങ്ങൾക്കപ്പുറം ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടു എറണാകുളത്ത്. അതിലൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ല. കാരണം മരണപ്പെട്ട ആളെ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അത് കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയമായി മാത്രം പരിമിതപ്പെടുത്തുകയാണ്. ശ്രീ ബി റജി, അപ്പോൾ പെൻഷൻ, കൈക്കൂലി, വിഭ്രാന്തി, ലൈഫ് മിഷൻ, മോഹവലയം, ശരി, ഒക്കെയും സമ്മതിച്ചു. അപ്പോൾ എവിടെ KPCCയും കോൺഗ്രസും വയനാട്ടിൽ പ്രഖ്യാപിച്ച വീടുകൾ? കോൺഗ്രസും വയനാട്ടിൽ പ്രഖ്യാപിച്ച വീടുകൾ അതിൻ്റെ യഥാർത്ഥ സമയത്ത് തന്നെ നടക്കും. സമയം കർണാടക സർക്കാർ ഓഫർ ചെയ്ത വീടുകൾ എന്തുകൊണ്ട് സ്വീകരിക്കാൻ വൈമുഖ്യം കാണിക്കുന്നു? അത് സംബന്ധിച്ച് എന്തുകൊണ്ട് സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ല?
നോക്കൂ, പറയുന്ന പ്രവൃത്തികൾ സമയബന്ധിതമായി നടപ്പാക്കുവാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല. ഈ സർക്കാരിൻ്റെ വലിയ പരാജയമാണ്. അത്തരത്തിലാണ് വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. നോക്കൂ, ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. 2018 പ്രളയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ ആവിഷ്കരിച്ചതാണ്. എത്ര ശതമാനം വർക്ക് അത് തീർക്കുവാൻ കഴിഞ്ഞു? വളരെ പരിതാപകരമാണ്. ഇത് ഓരോ മേഖലയിലും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. പിന്നെ കേരളത്തിൻ്റെ ഉണ്ടായ ഗ്ലോബൽ ഇൻഡെക്സിൽ, നമ്മളുണ്ടാക്കുന്ന സോഷ്യൽ ഇൻഡെക്സിൽ നമ്മൾ നേടിയ വിജയം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ കേരളം ഭരിച്ച സർക്കാരുകളുടെ ഒരു സംഭാവനയുടെ ഭാഗമായിട്ടാണ്. ഓരോ കാര്യത്തിലും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലായാലും ഒക്കെ തന്നെ. അപ്പോൾ അത് ഏതെങ്കിലും പിണറായി സർക്കാരിൻ്റെ മാത്രമായ ഒരു സംഭാവനയായിട്ട് അതിനെ കരുതാനാവില്ല. പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷയം എന്ന് പറയുന്നത് അവർ ഈ ഭരണത്തിൻ്റെ ഏറ്റവും അന്ത്യനാളുകളിലാണ് വലിയ വലിയ പദ്ധതികളുമായി ഞങ്ങൾ എന്തോ കേരളത്തെ മാറ്റിമറിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നത്. നോക്കൂ, നവകേരള സദസ്സ് നടത്തിയപ്പം 7.5 ലക്ഷം അപേക്ഷകൾ കിട്ടി. അതെന്ത് ചെയ്തു? ആ അപേക്ഷകളിന്മേൽ 3.5 ലക്ഷം ഫയലുകൾ സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നു. ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങിക്കിടക്കുന്നു എന്ന് പറയുന്നത് എന്ത് നടപടി സ്വീകരിച്ചു? ഒരൊറ്റ കാര്യം കൂടി. ഒരിക്കൽ നോക്കൂ, എഴുകോണിലെ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ബഹുമാനനായ മുഖ്യമന്ത്രിക്ക് സെക്യൂരിറ്റി പോയത് 525 പോലീസുകാരാണ്. അപ്പോൾ ഇവിടെ CM വിത്ത് മീ എന്നൊക്കെ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും അദ്ദേഹത്തിനെ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമെന്ന രീതിയിൽ ഒരു കരിങ്കൊടി കാട്ടിയപ്പോൾ ചെടിച്ചട്ടി കൊണ്ട് തല അടിച്ചു പൊട്ടിച്ച ഒരു നാടാണ് നമ്മുടേത്. ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം പോരാ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും പദ്ധതികളും ഒക്കെ ആയിട്ട് വരേണ്ടത്. അത് ഒരു സംസ്കാരമായി എടുക്കണം. ജനാധിപത്യത്തിന്റെ ഒരു സംസ്കാരമായി അത് എടുക്കണം. ആരാണ് അസിത? നോക്കൂ, അദ്ദേഹം പറഞ്ഞത് വെച്ചിട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് പറയുകയാണ്. ഇപ്പൊ ഈ November 1 നേരത്തെ അസിത സൂചിപ്പിച്ചതുപോലെ കേരളം അതിദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനവും ലോകത്തിലെ തന്നെ ഒരു പ്രദേശവുമായി മാറുകയാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വിശപ്പിന്റെ മാത്രം മാനദണ്ഡമല്ല. പാർപ്പിടവും തൊഴിലും ശുദ്ധവെള്ളവും അതുപോലെ തന്നെ വൈദ്യുതിയും അടക്കം ഒരു മനുഷ്യനുമായി റേഷൻ സംവിധാനത്തിലേക്ക് അടക്കം വരേണ്ടുന്ന വിഹിതങ്ങളടക്കം ചേർത്ത് വെച്ച് വിദ്യാഭ്യാസ സൗകര്യങ്ങളടക്കം ഡെഫിനിഷൻ ഓഫ് പോവർട്ടിയുടെ ഭാഗമായി കേന്ദ്രത്തിൻ്റെതായ ഗൈഡ് ലൈൻസ് മാനദണ്ഡമാക്കിക്കൊണ്ട് നമ്മൾ എടുത്ത ഒരു നടപടി സകല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും 4 വർഷം മുന്നേ എഴുതി ചോദിക്കുകയാണ് ഈ മുൻഗണനകൾ വെച്ചുള്ള എത്ര കുടുംബങ്ങളുണ്ടെന്ന്. അങ്ങനെ അവർ അതിൻ്റെ ഒരു കണക്കെടുത്ത് അത് റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പുറത്ത് കഴിഞ്ഞ 3 വർഷമായി നമ്മൾ ഇടപെട്ട് വീട് വെക്കേണ്ടവർക്ക് വീട്, റേഷൻ അനുവദിക്കേണ്ടവർക്ക് കൂടുതൽ റേഷൻ, എങ്ങനെയാണ് ശുദ്ധജലം എത്തിക്കേണ്ടത്, എങ്ങനെയാണ് വൈദ്യുതി കണക്ഷൻ അവിടേക്കുള്ള കുറവുണ്ടെങ്കിൽ അങ്ങനെ അത്തരം 64,007 കുടുംബങ്ങളെ നമ്മൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് പിടിച്ചു കയറ്റി എന്ന പ്രഖ്യാപനം നടത്തുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനം മാത്രമാണ്. പക്ഷെ അതിന്റെ പുറകിൽ കഴിഞ്ഞ 4 വർഷം നടത്തിയ എഫേർട്ട് എന്താണെന്നും എങ്ങനെയാണ് ഈ മാറ്റം കൊണ്ടുവരുന്നത് എന്നും ഇതുപോലെ തന്നെയാണ്. നമ്മളൊരു ദിവസം രാവിലെ ഇവര് ഗ്ലോബൽ എഡ്യൂക്കേഷൻ സമ്മിറ്റ് എന്ന് പറഞ്ഞ് മുൻ IFS ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് കോവളത്തെ താജ് ഹോട്ടലിൽ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയല്ല. എങ്ങനെയാണ് അതിൻ്റെ പുറകിൽ അതിൻ്റെതായ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മാറ്റങ്ങൾക്ക് വേണ്ടി സർക്കാർ പ്രഖ്യാപനങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളതിൻ്റെ പുതിയ മാതൃകകളെ ഇവർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. അവരതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അതിനെതിരെ ഓരിയിട്ട് കൊണ്ടോട്ടെ, നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർ ഓരിയിട്ടത് കൊണ്ട് നമ്മുടെ നിലാവ് ഉദിക്കാതിരിക്കുകയില്ല. ജനങ്ങളുടെ പ്രതീക്ഷയിലേക്ക് ഈ സർക്കാരിന് ചെയ്യാവുന്നതൊക്കെയും ചെയ്യും, അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു തുടർച്ചയുണ്ടാകണമെന്ന് ജനങ്ങളുടെ ആഗ്രഹത്തിന് തടയിടാൻ കോൺഗ്രസിന്റെ പക്കൽ ആയുധമൊന്നുമില്ല. അവർ നിരായുധീകരിക്കപ്പെട്ടവരാണ്. ആ സംഘടനയും ആ മുന്നണിയും അതിന്റെ രാഷ്ട്രീയമായ അന്ത്യം, സ്വാഭാവിക അന്ത്യത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലാൽ, സമയമില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന 3 പേർക്കും. പൂർണ്ണമാകുന്നു ന്യൂസ് ആൻഡ് വ്യൂസ്.